യദുകുലലോചനെ രാധേ യദുകുല രാഗിണി വരു നീ രാധേ രാജീവലോചനെ രാധേ യദുകുല രാഗിണി വരു നീ രാധേ കാർമുകിൽ വർണ്ണൻ തവ കാമുകൻ താമസിക്കും ദ്വാരക നഗരമിതല്ലോ കാണാത്ത ദ്വാരക നഗരമിതല്ലോ രാജീവലോചനെ രാധേ യദുകുല രാഗിണി വരു നീ രാധേ കണ്ണനു തിരുമുൽ കാഴ്ച നൽകിടുവാൻ കടമ്പിൻ പൂക്കളുമായി പ്രേമത്തിൻ കടമ്പിൻ പൂക്കളുമായി കണ്ണീരിൻ കാളേന്തി നീന്തി കടന്നു നീ വന്നാലും വന്നാലും രാധേ കണ്ണീരിൻ കാളേന്തി നീന്തി കടന്നു നീ വന്നാലും വന്നാലും രാധേ രാജീവലോചനെ രാധേ യദുകുല രാഗിണി വരു നീ രാധേ രാജീവലോചനെ രാധേ യദുകുല രാഗിണി വരു നീ രാധേ രാജീവലോചനെ രാധേ സിന്ധു ഇതാ ഫ്രോക്ക് ബിന്ദുവിനൊരു പേന സിന്ധു വരൂ ഇത് എന്റെ ഭാര്യയാണ് സിന്ധു ഇത് എന്റെ അമ്മ ഇത് എന്റെ ചേട്ടൻ ജയദേവൻ എന്നാണ് പേര് ഡോക്ടറാണ് ഇത് എന്റെ ചേട്ടന്റെ ഭാര്യ സന്ധ്യേട്ടൻ ബിന്ദു ഇവളാണ് ബിന്ദു ഞങ്ങൾ എല്ലാവരുടെയും മോൾ അമ്മേ ഞങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയൂ അമ്മേ എന്താ വിഷമം തോന്നുന്നു സാരമില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ വലിയ തറവാടികളാണ് പക്ഷേ ചെറിയ മര്യാദകൾ ധൈര്യമായിരിക്കും
ചിറ്റപ്പ എല്ലാവരും പോയേ? തിരിച്ചു വരാനാണ് മോളെ. അതെന്താ അവിടെ ആരൊന്നും മിണ്ടാത്തത്? അവർക്കെല്ലാം ചിറ്റയോട് വിരോധമാണ്. അയ്യോ അതെന്താ? മോക്ക് ചിറ്റയോട് വിരോധമുണ്ടോ? എനിക്കില്ല. അയ്യോ എന്ത് നല്ല ചിറ്റയാ. ചിറ്റപ്പ ഞാൻ പോയി വല്യമ്മച്ചി വിളിച്ചിട്ടേ. ആ മോൾ പറ്റോ. ഈ കുഞ്ഞ് ഏതെന്നാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ എല്ലാം മോൾ. കുറച്ചു കാലം മുമ്പ് ചേട്ടന് പാലക്കാട് ഹോസ്പിറ്റലായിരുന്നു ജോലി. ഇപ്പൊ ഇവിടെ എറണാകുളത്ത് തന്നെയാണ്. ചേട്ടൻ പാലക്കാട് ഹോസ്പിറ്റലായിരുന്നപ്പോ അവിടെ നിന്ന് കിട്ടിയതാണ് ഇവിടെ. പ്രസവിച്ച ഉടനെ അമ്മ മരിച്ചു. ബന്ധുക്കൾ ആരുമില്ലതാണ്. ദയവ് തോന്നി ചേട്ടൻ കുഞ്ഞിനെ ഏറ്റെടുത്തു. വിവരമറിഞ്ഞ് അമ്മ പാലക്കാട്ട് ചെന്ന് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുപോരുകയും ചെയ്തു. ഇപ്പൊ അവൾ ഞങ്ങൾ എല്ലാവരുടെയും മോളാണ്. പോട്ട് മോൾ, മോളിപ്പോ ഡാൻസ് പഠിക്കുന്നില്ലേ? മാസ്റ്റർ വന്നില്ല. ആ, ഇന്നു മുതൽ മോക്ക് ചിറ്റ ഡാൻസ് പഠിപ്പിച്ചത്. ചിറ്റ വലിയ ഡാൻസുകാരിയാ. അതെ ചിറ്റേ. ചിറ്റേ ഡാൻസ് അറിയാമോ? അറിയാമോ ചിറ്റേ? ഒന്നും മിണ്ടുന്നില്ല ചിറ്റപ്പ. അതെല്ലാം ചിറ്റ മിണ്ടിക്കോളും. മോക്ക് ചിറ്റയെ വിളിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോകാമോ? ഓ പോകാം. ആ. വരൂ ചിറ്റേ, വരൂ വരൂ ചിറ്റേ. പറഞ്ഞില്ല ചിറ്റപ്പ. സിന്ധു, നീ ബിന്ദുവിനേക്കാൾ കുട്ടിയാകരുത്. ആ കുട്ടി വിളിച്ചത് കേട്ടി. ചെല്ല. ഞാൻ പോകുന്നു. ആർക്കും ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. എനിക്കിഷ്ടമുണ്ട്. എനിക്കാകെ പേടി തോന്നുന്നു. നീ എന്തിനു പേടിക്കുന്നു? ഞാനിവിടെ ഇല്ലേ. അവരാരും ഒന്നും പറയില്ല. ചെല്ല, വിളിച്ചോണ്ട് പോകുന്നു. വരൂ ചിറ്റേ, വരൂ ചിറ്റേ, വരൂ വരൂ ചിറ്റേ, വരൂ ചിറ്റേ, വരൂ വരൂ ചിറ്റേ, വരൂ. എന്താ മുത്തശ്ശി? ഏതാ കുട്ടിയെ പെങ്കിടാവ്? അതെന്റെ ഭാര്യയാണ് മുത്തശ്ശി. എന്റെ ഭാര്യ. ഭാര്യയെ മുത്തശ്ശിയെ കളിപ്പിക്കണ്ട കേട്ടോ. കുട്ടിയുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഭാര്യയാകുക? അപ്പൊ മുത്തശ്ശിയോട് ഇതെപ്പറ്റി ആരും ഒന്നും പറഞ്ഞില്ലേ? മുത്തശ്ശിയോട് പറയേ? നല്ല കഥയായി. അപ്പൊ കല്യാണം കഴിഞ്ഞു കുട്ടിയെ? കഴിഞ്ഞു മുത്തശ്ശി. നന്നായി വരൂ കുട്ടിയെ, നന്നായി വരൂ. നല്ല ഐശ്വര്യമുള്ള പെങ്കിടാവ്. നമ്മുടെ തറവാടിന്റെ പുണ്യാന്നൂടി കൂട്ടിക്കോളൂ കുട്ടിയെ. ഇല്ലെങ്കി ഇങ്ങനൊരു കല്യാണം നടക്കില്ല. മുത്തശ്ശിക്ക് നല്ല നിശ്ചയ. അമ്മയ്ക്കൊന്നും മിണ്ടാതെ നിൽക്കാമോ? കല്യാണം കല്യാണം, ഇവിടെ ആര് കല്യാണം കഴിച്ചു? അപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ? കഴിഞ്ഞെങ്കിൽ അമ്മ അറിയാതിരിക്കൂ. അതും നേരാണല്ലോ സരസ്വതിയെ. കുട്ടി, ഇവളെന്തായി പറയാ? കല്യാണം കഴിഞ്ഞില്ലേ? മുത്തശ്ശി കാര്യം അറിയാതെ ഓരോന്നും ചോദിക്കുകയാണ്. ആ പെണ്ണിന്റെ വീട് എവിടാണെന്ന് ചോദിക്കും മുത്തശ്ശി. എവിടെയാ കുട്ടിയാ പെങ്കിടാവിന്റെ വീട്? എനിക്കറിയില്ല മുത്തശ്ശി. അപ്പോ വീടില്ല? ഞാൻ അന്വേഷിച്ചില്ല. പരദേവതേ, മുത്തശ്ശി എന്തായി കേക്കണേ? കല്യാണം കഴിഞ്ഞു, വീടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ചില്ലാത്രേ. വീടൊക്കെ ഉണ്ട് മുത്തശ്ശി, രാജന് പറയാൻ മടിയായിട്ടാ. നിനക്കറിയോ സന്ധ്യയെ? എന്നാ ഇങ്ങോട്ട് പറഞ്ഞോളൂ. എങ്ങനാ മുത്തശ്ശി പറയുക? എന്താ കുട്ടിയെ? റെസ്ക്യൂ ഷെൽട്ടർ. അത് എന്തിനു കൂട്ടം തറവാടാ? ഞാൻ കേട്ടില്ലല്ലോ. നീ അവിടെ പോയിട്ടുണ്ടോ സന്ധ്യയെ? അയ്യോ, എന്താണ് മുത്തശ്ശി പറയുന്നത്? എന്താ ആ തറവാട് കൊള്ളില്ലേ? അമ്മ എന്തിനാ ഈ വേണ്ടാത്തൊക്കെ അന്വേഷിക്കുന്നത്? അത് തറവാടൊന്നും അല്ലമ്മേ. തറവാടല്ലേ? എന്താ കഥ? കുട്ടിയെ, കുട്ടിയെങ്കിലും ഒന്ന് പറയൂ കുട്ടിയെ. കുട്ടിയുടെ മുത്തശ്ശിയല്ലേ? മുത്തശ്ശി ചീത്തയായി നടക്കുന്ന സ്ത്രീകളെ ശിക്ഷിച്ചതിന് ശേഷം സൂക്ഷിക്കുന്ന സ്ഥലം. ആർക്കുള്ള സ്ഥലമാണെന്നാ പറഞ്ഞേ? ചീത്തപ്പെണ്ണുങ്ങളുടെ. അമ്പലമുക്കിലെ പട്ടിപ്പാറുവിനെ പോലെയുള്ള പെണ്ണുങ്ങളെ ഇടുന്ന സ്ഥല? ആ അതെ. അപ്പോ ആ പെണ്ണ് ദേശീയ ആയിരുന്നു. ഇപ്പോൾ എന്റെ ഭാര്യ. കളിച്ചോളും മുറിയിലും മുറ്റത്തും ഒക്കെ ആയി. തറവാട് മുടിച്ചു. ഇനി എങ്ങനെയാ ഞാനൊന്ന് കുളിക്കുക? ശരീരത്തിന് സുഖമില്ലല്ലോ. തറവാട് മുടിച്ചു. നിൽക്കില്ല, ഞാൻ നിൽക്കില്ല. എല്ലാം തീണ്ടി തൊട്ട് മുടിച്ചില്ലേ? എവിടെ അവള്? അടുക്കള തീണ്ടിയോ? സരസ്വതി അവൾ അടുക്കള തീണ്ടിയോന്ന്? സ്ത്രീകരം എല്ലാം തീണ്ടി തൊട്ട് മുടിച്ചു. അയ്യേ, ഇനി ഞാൻ എങ്ങനെയാവും? അമ്മ കൂടി അപ്പുറത്തേക്ക് ചെല്ലണം, ഇല്ലെങ്കിൽ ഈ മുത്തശ്ശി ആവശ്യമില്ലാത്ത ബഹളങ്ങളൊക്കെ ഉണ്ടാകും. എനിക്ക് ഞങ്ങളെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാമായിരുന്നല്ലോടാ.
അത്ര വലിയൊരു അപരാധം ഞാൻ ചെയ്തു അമ്മേ. വിവരമില്ലാത്തവരാരെങ്കിലും ചോദിച്ചാൽ മനസ്സിലാക്കാമായിരുന്നു. രാജൻ ഒരു കോളേജ് പ്രൊഫസറല്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തത്. എന്റെ മോൻ ഒരു നല്ല കാര്യം ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ നാട്ടിലെ ഏറ്റവും വലിയ തറവാടല്ലേ മോനെ ഇത്. ഇത്തരക്കാരികൾ ഇതിനു മുൻപ് ഈ തറവാട്ട് മുറ്റത്ത് കാല് കുത്തിയിട്ടുണ്ടോ? ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇറയിക്കോളൂ വേഗം. ഇവിടെ ഒന്നും അശുദ്ധമാക്കരുത്, തീണ്ടരുത്. ഇറയിക്കോളൂ മുദേവി. ഇല്ല അച്ഛാ, ഞാൻ ഇപ്പൊ ഇറങ്ങോടുന്ന പറഞ്ഞിരിക്കണു. ഇറയിക്കോളൂ ഇറയിക്കോളൂ. ഈ മുത്തശ്ശിക്ക് എന്താ കൊന്നുകളെ ഞാൻ. പിന്നെ എനിക്ക് തൊടാനും പാടില്ലല്ലോ. പോയി കുളിച്ചിട്ട് വന്നോളൂ. അസത്ര നിനക്കാൻ കൊള്ളാം. എംബ്രാന്തിരിയേ വരൂ. അമ്പലത്തിൽ നിന്ന് കുറച്ച് പുണ്യാൻ വാങ്ങി ഇവിടെ അങ്ങോട്ട് തളിച്ചോളൂ. ഞാനും അത് കരുതാ. ഇവിടെ പുണ്യാൻ കഴിച്ചിട്ട് മതി. നീ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കും മോനെ. ഞാൻ സിന്ധുവിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരെയും അറിയിച്ചിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും ഞാൻ നിങ്ങൾക്കെല്ലാം ഏത് ജാതിയിൽ നിന്ന് വേണമെങ്കിലും നീ വിവാഹം കഴിച്ചോളൂ. തെരുവ് തട്ടി നടക്കുന്ന ഒരു പെണ്ണായാൽ പോലും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ വേശ്യ എന്ന് പറഞ്ഞ് ശിക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു പെണ്ണിനെ മാത്രം നീ വിവാഹം കഴിക്കരുതെന്ന് ഞങ്ങൾ എല്ലാവരും നിന്നെ എഴുതി അറിയിച്ചില്ലേ മോനെ? നിങ്ങൾ എല്ലാവരും എതിർത്തു എന്നുള്ളത് ശരിയാണ്. എന്നിട്ട് ഞങ്ങളുടെ കത്തുകൾക്കൊന്നും രാജൻ മറുപടി പോലും എഴുതിയില്ല. അവസാനം വിവാഹവും കഴിഞ്ഞ് ഇങ്ങോട്ട് പുറപ്പെടുന്ന വിവരത്തിന് ഒരു കമ്പയടിക്കുകയല്ലേ രാജൻ ചെയ്തത്? നമ്മൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ എന്തിനു മറുപടി എഴുതുമെന്ന് ഞാനും കരുതി. മാത്രമല്ല, ഇത്ര പെട്ടെന്ന് ഇത് സംഭവിക്കുമെന്ന് ഞാനും കരുതിയിരുന്നില്ല. അപ്രതീക്ഷിതമായിട്ടാണ് തിരുവനന്തപുരത്ത് നിന്നും എന്നെ എറണാകുളത്തേക്ക് സ്ഥലം മാറ്റി. രാജൻ അപ്രതീക്ഷിതമായിരിക്കും, പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. എന്ന് വെച്ചാൽ നിന്നെ അവിടെ നിന്ന് രക്ഷിച്ചെടുക്കാൻ നിന്റെ ചേട്ടൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ ചേട്ടന്റെ ശ്രമം മൂലമാണ് എനിക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫർ കിട്ടിയത് അല്ലേ? ഏതായാലും വന്നതൊക്കെ വന്നു. ഇനി എന്റെ പൊന്നുമോൻ ഒരു ഉപകാരം ചെയ്യണം. അവളെ അങ്ങോട്ട് തന്നെ അങ്ങ് പറഞ്ഞു വിട്ടേരെ. അതിന്റെ പാട്ടിന് പൊയ്ക്കോട്ടെ. അതിനുവേണ്ടി അല്ലല്ലോ ഞാൻ അവളെ ഇവിടെ വിവാഹം ചെയ്തു കൊണ്ടുവന്നത്. അപ്പോൾ ഇനി രാജൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഇനി തീരുമാനിക്കാൻ എന്തിരിക്കുന്നു ചേട്ടത്തി? സിന്ധു ഈ വീട്ടിൽ താമസിക്കും. നീ പണ്ടേ പിടിവാശിക്കാരന്. ഇളയവനായതുകൊണ്ട് ഓമനിച്ചാ നിന്നെ ഞാൻ വളർത്തിയത്. എന്റെ പൊന്നുമോൻ ഇനിയെങ്കിലും അമ്മ പറയുന്നു ഒന്ന് കേൾക്ക്. അതിനെ എന്റെ വഴിക്ക് പറഞ്ഞു വിട്ടേരെ. നമ്മുടെ തറവാട്ടിൽ താമസിപ്പിക്കാൻ കൊള്ളില്ല മോനെ അവളെ. അമ്മേ, സിന്ധു ഇന്നലെ വരെ എന്തായിരുന്നാലും ഇന്നു മുതൽ എന്റെ ഭാര്യയാണ്. ഞാനിവിടെ ജീവിക്കുമെങ്കിൽ എന്റെ ഭാര്യ സിന്ധു എന്നോടൊന്നിച്ചുണ്ടാവും. ചേട്ടാ, ചേട്ടൻ ഹോസ്പിറ്റലിലേക്കായിരിക്കും. അതെ, ചേട്ടൻ എന്റെ ആശ്വാസവും അഭിമാനവുമാണ്. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എന്റെ ചേട്ടൻ ഉന്നതനാണ്. ഈ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ അത്യുന്നതൻ. മിക്കവാറുമുള്ള എല്ലാ സാമൂഹ്യ സംഘടനകളുടെയും പ്രസിഡന്റും കൂടിയാണ് ചേട്ടൻ. എന്നെ എനിക്ക് പരിചയപ്പെടുത്തണമെന്നില്ല. അമ്മയും ചേട്ടത്തിയും ഒക്കെ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നൊരു ധാരണ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പക്ഷെ ഇക്കാര്യത്തിൽ ചേട്ടന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാകുന്നില്ല. ഇക്കാര്യത്തിൽ ചേട്ടന് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. സാധ്യമല്ലേ? ഇക്കാര്യത്തിൽ മാത്രം എന്റെ അനിയനെ സഹായിക്കാൻ ചേട്ടനെ കൊണ്ടാവില്ല. നമ്മുടെ തറവാടിന്റെ മാന്യത നീ രക്ഷിക്കുക. ഞാൻ പറയുന്നത് നീ അനുസരിക്കുക. അനുസരിക്കാവുന്നത് പറയൂ. നമ്മുടെ തറവാടിനെ കുറിച്ച് നീ ഓർമ്മിക്കുക. മനുഷ്യത്വം മറക്കാതിരിക്കും. അത് ഓർമ്മിച്ച് തന്നെ ഞാൻ പറയുന്നു. സിന്ധുവിനെ നീ ഉപേക്ഷിക്കണം. ആത്മഹത്യ ചെയ്യാം ഞാൻ. നീ അപകടങ്ങളെ വിലയ്ക്ക് വാങ്ങുകയാണ് എന്നെനിക്ക് ബോധ്യമായിട്ടില്ല. നിന്നെ ബോധ്യപ്പെടുത്താൻ ഞാൻ അശക്തനാണ്. ചേട്ടൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ സമയമായെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടി അറിയണമെന്നുണ്ട്. ഉണ്ട്. സിന്ധുവിന് വേണ്ടി ഈ പ്രപഞ്ചത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു. രാജൻ, ചിറ്റി അവിടെ എങ്ങും നിർത്തുന്നില്ല. എങ്ങും നിർത്തുമെന്ന് എന്താ ചിറ്റപ്പ ചെയ്യാം? സാരമില്ല മോളെ,
നമ്മുടെ മുത്തശ്ശിയല്ലേ, മോളെ പൊയ്ക്കോ. ചിറ്റപ്പനും ചിറ്റിയൊക്കെ അറിയിക്കൂ. മോളെ ചിറ്റയല്ലേ, ചിറ്റപ്പൻ കരയിക്കോ? എങ്കിൽ ഞാൻ പോവാം. ചിറ്റേ, എന്നെ ഡാൻസ് പഠിപ്പിക്കണം കേട്ടോ. നല്ല ചിറ്റയല്ലയോ? പഠിപ്പിക്കണം കേട്ടോ. അതിന് സിന്ധു ഇത്രയേറെ ബുദ്ധിമുട്ടുന്ന എന്തിന്? സാരമില്ലെന്ന് വെക്കാനല്ലേ ഉള്ളൂ. ഇവിടെ ഉള്ളവരെല്ലാം എന്നെ വെറുക്കുന്നു. ഞാൻ ഒഴിച്ച്. ഞാൻ കാരണം അങ്ങയെ മറ്റുള്ളവരെല്ലാം എതിർക്കുന്നു. ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം. സിന്ധു, എന്നോടാണോ നീ ഇത് പറഞ്ഞത്? ഞാൻ കാരണം ഈ തറവാട്ടിൽ അപകടമൊന്നും ഉണ്ടായിക്കൂടാ. കുറച്ചുകൂടി ദയവ് നിന്നിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കും. ഈ ലോകത്തുള്ള ഏത് ശക്തിയോടും നിനക്ക് വേണ്ടി ഞാൻ മത്സരിക്കും. ഞാൻ പരാജയപ്പെടുകയില്ല. പക്ഷേ നീ എന്നെ പരാജയപ്പെടുത്തിയാൽ ഞാൻ എന്നേക്കുമായി പരാജയപ്പെട്ടു. ഏറെ പറയുന്നില്ല, ഇഷ്ടം പോലെ ആവാം. എന്താ? ഇന്നലെ ഓപ്പറേഷൻ ചെയ്ത ആ പേഷ്യന്റ് ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നു. ഡോക്ടർ ജെയിംസ് വിളിക്കും. അദ്ദേഹം ഓപ്പറേഷൻ തീറ്റിലാണ്. അല്പം സീരിയസ് ആണെന്ന് തോന്നുന്നു സാർ. സിന്ധുന് ഇതിലൊന്നും ഒരു രസവും തോന്നുന്നില്ലേ? എനിക്ക് വല്ലാതെ തണുക്കുന്നു. സാരമില്ല, ഇങ്ങോട്ട് അടുത്തിരിക്കും, ഞാൻ കെട്ടിപ്പിടിച്ചോ. നമുക്ക് വീട്ടിലേക്ക് പോകാം. നമുക്ക് ഈ ടൗണൊക്കെ ഒന്ന് ചുറ്റിക്കാണണ്ടേ? വേണ്ട. സിനിമ കാണണ്ടേ? വേണ്ട, വരൂ, നമുക്ക് പോകാം. സിന്ധു, ഇങ്ങനെ ആയാലും ജീവിതത്തിൽ ഒരു രസമൊക്കെ വേണ്ടേ? അയ്യോ, വീട്ടിലേക്ക് പോകാം. എപ്പോഴും കൊച്ചുകുട്ടികളെ പോലെയാണ്. ശരി, വരൂ, പോകാം. പോകാം. സിന്ധു, ഇങ്ങോട്ടിരിക്കും. ശങ്കര, ഞങ്ങളുടെ ഒന്ന് മുറിയിലേക്ക് കൊണ്ടുവരും. കാരണവരെ, നാം അടുക്കളക്കാരനാണെങ്കിലും അസൽ ബ്രാഹ്മണനാണ്. ആ പിഴച്ച പെണ്ണ് അടുക്കള കയറി അശുദ്ധമാക്കാൻ നാം അനുവദിക്കുകയില്ല. നാം ഇന്ന് തന്നെ ഇവിടുന്ന് പുറപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ തറവാട്ടിലെ ശമ്പളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനമായിരുന്നു. ആ പെണ്ണ് എന്നിവിടെ വന്നോ അതെല്ലാം കളഞ്ഞു കുളിച്ചു. എനിക്കിനി ഇവിടുത്തെ തോട്ടക്കാരനും വേണ്ട, കുതിരക്കാരനും വേണ്ട, എനിക്കിട്ട് പോയാ മതി കേട്ടോ. ഞാനും പോകാൻ തീരുമാനിച്ചിരിക്കുക. അതെന്താ ശവി, ഇത് കേട്ടാ തോന്നുന്നു നിങ്ങൾ മൂന്നുപേരും മാത്രമേ അഭിമാനമുള്ളവരാണെന്ന്. ഞാനും അന്തസ്സുള്ള വീട്ടിൽ പറഞ്ഞവനാടാ. പിന്നെ നിന്റെ ചോറിന് ഉചിതം കാണിക്കണ്ടേ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. തന്നെയല്ല, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോവാതിരിക്കേ എന്തു വേണേലും ചെയ്യാം. എന്താ തിരുമേനി? അത് ശരിയായ കാര്യമാണ്. ഏത്? നന്ദിയുടെ. അല്ല, എന്താ എല്ലാരും കൂടി ഒരു അടുക്കള പ്രസംഗം? ഞങ്ങൾ എല്ലാരും കൂടെ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പോവുകയാണ്. അതെന്താ? എന്താന്നോ പുത്തൻ കൊച്ചമ്മയുടെ മെച്ചം? എന്താ നാൺകുട്ടി വരുന്നോ? ഞാനെങ്ങും വരുന്നില്ലേ. നാണൂട്ടില്ലെങ്കിൽ മോം എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പോകാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പം കാരണവരോ? പിന്നെ എന്തിനാ എന്റെ അടുത്തൊരു ചോദ്യം? ഞാനും അഭിമാനമുള്ളവനാ. നിങ്ങൾ മൂന്നുപേരും പോയി, ഞാൻ പോണില്ല. എന്താ നാൺകുട്ടിയെ? സിന്ധു അപ്പുറത്തില്ലേ ചേട്ടത്തി? ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നിങ്ങോട്ട് വരാൻ പറയാമോ?
ഇത്രയേറെ ധിക്കാരം പാടില്ല സിന്ധു. എനിക്കൊരു ഉപ്പ് കാപ്പി കൊണ്ടു തരാൻ പോലും സിന്ധുവിന് കുറച്ചിലായിപ്പോയി അല്ലേ? ഇവിടെ 2-3 വീട്ടു ജോലിക്കാരില്ലേ? സിന്ധുവിന് കുറച്ചിലാണെങ്കിൽ അവരിൽ ഒരാളുടെ കയ്യിൽ കൊടുത്തയക്കാമായിരുന്നില്ലേ? എന്തിന് ചേട്ടത്തി ബുദ്ധിമുട്ടിച്ചു? എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കരഞ്ഞാൽ മതിയോ? ഞാൻ കാപ്പിയെടുക്കാൻ ചെന്നതാണ്. എന്നെ അടുക്കളയിൽ പോലും അവർ കയറ്റുകയില്ല. വീട്ടുവേലക്കാർ പോലും എന്നെ കാണുമ്പോൾ അകന്നു മാറുന്നു. മഠൈ ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതല്ലേ. ഇവിടെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടെന്നും സംഭവിക്കുമെന്നും എനിക്കറിയാം. നീ ഇന്നലെ വന്നതല്ലേ ഉള്ളൂ. ഇനി എന്തെല്ലാം കാണാനും കേൾക്കാനും കിടക്കും. അവർ നിന്നെ എത്രത്തോളം അകറ്റാൻ ശ്രമിക്കുന്നു അത്രത്തോളം നീ അവിടെ അടുക്കാൻ ശ്രമിക്കണം. അവസാനം നിന്നെ കാണാതെ അവർ പുറക്കം വരില്ല എന്നുള്ള നില വരണം. അവിടെയാണ് ഒരു പെണ്ണിന്റെ സാമർഥ്യം. അവിടെ നീ തോറ്റാൽ നമ്മൾ രണ്ടുപേരും തോൽക്കും. ഇതൊന്നും എനിക്കൊരു കാര്യമല്ല. അങ്ങൊഴിച്ച് മറ്റാർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല. അങ്ങയുടെ മുൻപിൽ ഞാൻ തോറ്റാൽ മറ്റൊരിടത്തും ഒരിക്കലും ഞാൻ ജയിക്കില്ല. ഓഹോ, സിന്ധു എനിക്ക് മനസ്സിലാകാത്ത വലിയ വലിയ കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത്. മനസ്സിലാക്കാൻ ഞാൻ അശക്തയാണ്. അത് പോട്ടെ, സിന്ധു പാൽ കുടിച്ചു? ഞാൻ കുടിച്ചുകൊള്ളാം. ഇതാ, ഇത് കുടിക്കൂ. വേണ്ട, അങ്ങ് കുടിച്ചുകൊള്ളൂ. അത് പറ്റില്ല, ഇത് വാങ്ങിക്കൂ. എന്റെ ഭാര്യ എനിക്ക് തൊടാൻ പാടില്ലേ? എനിക്ക് സുഖമില്ലാതിരിക്കുകയാണ്. എന്താ നിന്റെ സുഖക്കേട്? വേണ്ട, അങ്ങതറിയേണ്ട. അത് കൊള്ളാം. സുഖക്കേട് എന്താണെന്നറിയാതെ ചികിത്സിക്കുന്നത് എങ്ങനെ? ചികിത്സ കൊണ്ട് പ്രയോജനമില്ല. അത് ചികിത്സ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ? ഞാൻ വളരെയേറെ ചികിത്സകൾ നടത്തിയതാണ്. ഭേദമാക്കാവുന്ന സമയം കഴിഞ്ഞു പോയെന്ന് ഡോക്ടർ ചികിത്സിച്ചിട്ട് ഫലമില്ല. ഇല്ല, ഞാനൊരു തീരാരോഗിയാണ്. സിന്ധു, നേരാണോ ഈ പറയുന്നത്? എന്താ നിന്റെ രോഗം? ഇല്ല, ഞാനത് പറയില്ല. എന്ത് രോഗമായാലെന്താ? എന്നോട് പറഞ്ഞുകൂടെ സിന്ധു? ഒരു സ്ത്രീയും ഇങ്ങനെയൊരു രോഗമുണ്ടെന്ന് പറയാൻ ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ സിന്ധു പറഞ്ഞു തന്നെ തീരണം. ഞാനത് പറയണോ? ഞാനാണ് ചോദിക്കുന്നത്. എന്താ നിന്റെ രോഗം? എന്നെപ്പോലൊരുത്തിക്കുണ്ടാകാവുന്ന രോഗം എന്തെന്ന് അങ്ങേക്കറിയില്ലേ? എന്റെ തൊഴിലിന്റെ സമ്പാദ്യമാണ് ഈ രോഗം. ഈ രോഗം അങ്ങേലേക്ക് കൂടി പകർത്തുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നേക്കാൾ കൂടുതലായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സിന്ധു, ഞാൻ ഈ കേട്ടതെല്ലാം സത്യമാണോ? അതെ. സാരമില്ല, നമുക്കൊരു നല്ല ഡോക്ടറെ സമീപിച്ചു നോക്കാം. പ്രയോജനമില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇല്ല, ഞാനതിന് വരില്ല. എന്നെ വിവാഹം ചെയ്തത് തന്നെ അങ്ങേക്കൊരു അവമാനമാണ്. അതിനിടയിൽ അങ്ങയുടെ ഭാര്യയ്ക്ക് ഇങ്ങനെയൊരു രോഗമുണ്ടെന്ന് പുറത്തറിയുന്നത് അതിലേറെ അവമാനമാണ്. ഈ വിവരം ആ ഡോക്ടർ ഒഴിച്ച് മറ്റാരും അറിയില്ല സിന്ധു. ഇല്ല, അതിന് മാത്രം എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാനതിന് വരില്ല. പറയാൻ പലപ്പോഴും ഞാൻ ഒരുങ്ങിയതാണ്. അങ്ങ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിച്ചില്ല. ഇനിയിപ്പോൾ അങ്ങ് തന്നെ പറയൂ. സിന്ധുവാണ് പറയേണ്ടത്. ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം. എങ്കിൽ എന്തിന് കൂടെ വന്നു? അങ്ങയുടെ മുന്നിൽ പരാജയപ്പെട്ടതുകൊണ്ട്. അതിനു പകരം ലോകത്തിന്റെ മുന്നിൽ തന്നെ എന്നെ പരാജയപ്പെടുത്താൻ പോവുകയാണ് അല്ലേ? പക്ഷേ ആ പരാജയം അങ്ങേക്കൊരു അനുഗ്രഹമായിരിക്കും. ആ അനുഗ്രഹം കാലുകൊണ്ട് തട്ടിയെറിഞ്ഞവനാണ് ഞാൻ. ഇനി എനിക്കത് വേണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് പറയൂ. നീ എന്നോടൊന്നിച്ച് ഇവിടെ താമസിക്കും. എന്തിന്? എന്റെ വിജയത്തിന്, എന്റെ ആത്മസംതൃപ്തിക്ക്. ഞാൻ യാതൊരു പരാതിയുമില്ലാതെ സന്തോഷത്തോടു കൂടി ഇറങ്ങിപ്പോയിക്കൊള്ളാം. സാധ്യമല്ല. നീ ഇവിടെ നിന്ന് പോയാൽ വീണ്ടും എവിടെ ചെന്നെത്തുമെന്ന് എനിക്കറിയാം. ഒരിക്കൽ നിന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷിച്ചതാണ്. ഇനി ഒരിക്കലും നീ അവിടെ ചെന്ന് വിടാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങ് എന്ത് ചെയ്യാൻ പോകുന്നു?
ഞാൻ അഭിനയിക്കാൻ പോകുന്നു. ഞാൻ മാത്രമല്ല, നമ്മൾ രണ്ടുപേരും. മറ്റാരെങ്കിലും ഇങ്ങനെ അഭിനയിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഭർത്താവ്, നീ എന്റെ ഭാര്യ. മറ്റുള്ളവരുടെ മുന്നിൽ എല്ലാം മുറ പോലെ നടക്കണം. ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല. രാത്രിയിൽ നീ എന്റെ ഈ മുറിയിൽ കിടന്നുകൊള്ളണം, ഞാൻ എന്റെ ആ വായന മുറിയിൽ. പക്ഷേ ഈ രഹസ്യം നമ്മൾ രണ്ടുപേരുമല്ലാതെ മറ്റാരും അറിയരുത്. ഇല്ല, ഈ അഭിനയം എന്നെ കൊണ്ടാവില്ല. നീ അഭിനയിക്കണം. ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ നീ അഭിനയിക്കണം. നാടുകുട്ടി, നോം പറഞ്ഞതെല്ലാം അങ്ങ് മറന്നു ഇല്ലേ? ഈ അടുക്കള ജോലി എല്ലാം നോം ചെയ്തോളാമെന്നല്ലേ പറഞ്ഞത്? എഴുന്നേക്ക്, ആ പെട്ടിയുടെ മുകളിൽ പോയിരുന്നോളൂ. ഇരുന്നോളൂ. വരും. അയ്യോ തിരുമേനി, അവര് വല്ലവരും വന്നാൽ അതിനുടനെ എന്തെങ്കിലും പേര് നമ്മൾ ചെയ്താൽ മതി. എന്ന് എഴുന്നേക്ക്, എഴുന്നേക്ക്. തിരുമേനി, ഇവിടെ ഇരിയുന്ന സാരമില്ല എന്ന്. ഇത് കയ്യിൽ വെച്ചോളൂ. തിരുമേനി ദിവസവും എനിക്ക് ഇങ്ങനെ കാശ് കൊണ്ടൊന്നും വരാറുണ്ടല്ലോ. ഇത് എവിടുന്നാന്ന് ചോദിച്ചാൽ എന്താ പറയാത്തത്? നാടുകുട്ടി, അത് മാത്രം ചോദിക്കരുന്നു നാം പറഞ്ഞിട്ടില്ലേ? നാണക്കുട്ടിയോട് നമുക്ക് കലശലായ സ്നേഹമാണ് കേട്ടോ. അതെനിക്കറിയാൻ തിരുമേനി. അതല്ലേ നാം കാശ് കൊണ്ട് തരുന്നത്. എവിടുന്നാന്ന് ചോദിക്കരുത്. തിരുമേനിക്ക് എന്നെ വിശ്വാസമില്ലാത്തോണ്ടല്ലേ പറയാത്തത്. വേണ്ട, പറയണ്ട. നാണുകുട്ടി, എന്നാ നമ്മളെ കൊണ്ട് കൊന്നോളൂ നാണുകുട്ടി. എന്നാലും മഹാഭാവം പറയരുത്. നാണുകുട്ടിയെ നമുക്ക് വിശ്വാസമില്ലേ? എങ്കിൽ പിന്നെ ഈ കാശ് എവിടുന്നാന്ന് പറയാത്തത് എന്താ? ഞാൻ എന്നും ചോദിക്കാറില്ലേ? എന്റെ പൊന്ന് നാണുകുട്ടി, ചതിക്കരുത്. സംഗതി രഹസ്യമാ. ഏത് രഹസ്യമായാലും എന്നോടല്ലേ തിരുമേനി പറയുന്നത്? അതുകൊണ്ടാണ് നാം പറയുന്നതെന്ന് കൂട്ടിക്കോളൂ. പച്ചക്കറി മേടിക്കുന്ന കടയിൽ നിന്ന് നമുക്ക് ഇത്തിരി കമ്മീഷൻ ഉണ്ട് കേട്ടോ. അത് അന്നൊന്ന് മേടിച്ച് നാണിക്കുട്ടിയുടെ കയ്യിൽ തരും. രഹസ്യമാ, വെളിയിൽ പറയരുത്. എനിക്ക് ഡാൻസ് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്താ ചിറ്റ എനിക്ക് പഠിപ്പിച്ചു തരാത്ത? ചിറ്റയ്ക്ക് ഡാൻസ് അറിയില്ലല്ലോ മോളെ. പിന്നെ ചിറ്റപ്പം പറഞ്ഞതാ. ചിറ്റ ഡാൻസ് എല്ലാം മറന്നുപോയി മോളെ. നോണ. നേരാ മോളെ, ചിറ്റ എല്ലാം മറന്നുപോയി. പിന്നെ എങ്ങനെയാ ചിറ്റനെ ഡാൻസ് പഠിപ്പിക്കുക? ആ, മോൾക്ക് ചിറ്റ ഒരു കഥ പറഞ്ഞു തരട്ടെ? ആ. കിളി കിളി പരന്തിന് കൃഷ്ണ പരന്തിന് കടലിൽ നിന്നൊരു ചെപ്പ് കിട്ടി. കിളി കിളി പരന്തിന് കൃഷ്ണ പരന്തിന് കടലിൽ നിന്നൊരു ചെപ്പ് കിട്ടി. ചെപ്പും കൊണ്ട് കടൽക്കര ചെന്നപ്പോൾ ചെപ്പിനകത്തൊരു പൊന്മുത്ത് പൊന്മുത്ത്. കിളി കിളി പരന്തിന് കൃഷ്ണ പരന്തിന് കടലിൽ നിന്നൊരു ചെപ്പ് കിട്ടി. ചെപ്പും കൊണ്ട് കടൽക്കര ചെന്നപ്പോൾ ചെപ്പിനകത്തൊരു പൊന്മുത്ത് പൊന്മുത്ത്. പാൽക്കടൽ പെൺകൊടി പഞ്ചമി ചന്ദ്രനെ പ്രേമിച്ചു നടന്നൊരു കാലം. പാൽക്കടൽ പെൺകൊടി പഞ്ചമി ചന്ദ്രനെ പ്രേമിച്ചു നടന്നൊരു കാലം. അവൾ കടിഞ്ഞൂൽ പ്രസവിച്ച് കണ്ണാടി ചെപ്പിലിട്ട് കടലിലൊഴുക്കിയ പൊന്മുത്ത് പൊന്മുത്ത്. കിളി കിളി പരന്തിന് കൃഷ്ണ പരന്തിന് കടലിൽ നിന്നൊരു ചെപ്പ് കിട്ടി.
ചെപ്പും കൊണ്ട് കടൽക്കര ചെന്നപ്പോൾ ചെപ്പിനകത്തൊരു പൊന്മുത്ത് പൊന്മുത്ത്. മോളെ ചിറ്റ തല പിന്നി തരട്ടെ. മോളെ വിളിക്കുന്നത് കേട്ടില്ലേ? വിളി കേൾക്കൂ. ഞാൻ വിളി കേൾക്കില്ല. അങ്ങോട്ട് വിളിക്കട്ടെ? അയ്യോ അത് പാടില്ല മോളെ. വരൂ. ബിന്ദു, നിന്നെ ഞാൻ എവിടെയെല്ലാം നോക്കി. വർക്കത്ത് കെട്ടത്. അമ്മേ, ഈ ചിറ്റ പിന്നെന്താ എന്തൊരു ഭംഗിയാണെന്നില്ലേ? അതെ, നല്ല ഭംഗിയാ. ഇത് കണ്ടോ? ഈ ചിറ്റ പിന്നെതാ. വാടി ഇവിടെ. പരാതി പറയാൻ ഒരാളിനെ കണ്ടിരിക്കുന്നു. മിണ്ടിപ്പോകരുത്. എന്തേ കാണിക്കുന്നത്? ദേ, കുട്ടിയെ അണിയിച്ചെടുക്കാനൊന്നും പുറപ്പെടണ്ട കേട്ടോ. അതിനൊക്കെ ഇവിടെ ആളുകളുണ്ട്. അസുഖമൊന്നും തോന്നണ്ട. കുട്ടിയുടെ കാര്യത്തിൽ ഇടപെടണമെന്നില്ല. വാടി ഇവിടെ. ഞാൻ വരത്തില്ല, അമ്മ ചീത്തയാ. ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ അടിച്ചു ഞാൻ. വന്ന ഉടനെ കുട്ടിയെ വഷളാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വാടി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വാ. ഡാൻസ് മാസ്റ്ററാണ് കുട്ടിയെ. എനിക്ക് മനസ്സിലായില്ല. ബിന്ദു അപ്പുറത്തുണ്ട്. മനസ്സിലായില്ല. മാസ്റ്റർ അങ്ങോട്ട് പോണം. ഓ ഓ ഓ ഓ, പിടികിട്ടി. ഇന്നലെ വന്നു അല്ലേ പ്രൊഫസർ രാജേന്ദ്ര സാറിന്റെ? ഇപ്പോഴല്ലേ മനസ്സിലായത്. തൊഴിലറിയാമെന്ന് കേട്ടു. അല്ല, നൃത്തം പഠിച്ചിട്ടുള്ള ആളാണെന്ന് കേട്ടു. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ നൃത്തം ചെയ്തിട്ടുണ്ട്. അത് പിന്നെ പറയണോ? കണ്ടാൽ അറിയാൻ പാടില്ലേ? ബിന്ദുവിനെ വിളിക്കണോ? വേണ്ട, കുട്ടി വന്നോളും. അതൊക്കെ ചിട്ടയാണ്. ഇവിടെ വന്നെങ്കിലും പഴയത് മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു. അല്ല, തൊഴിലിനോട് സ്നേഹമുള്ളവർ അങ്ങനെ തന്നെ. ഒരിക്കൽ ഡാൻസ് ചെയ്താൽ പിന്നെ വിടില്ല. മേളം കുറുകിയാൽ താളം വന്നത് തന്നെ പിടിച്ചാൽ കിട്ടില്ല.
ആ കാലമെല്ലാം കഴിഞ്ഞിരിക്കുന്നു മാസ്റ്റർ. ഇനി ഡാൻസ് ചെയ്യാനൊന്നും എന്നെ കൊണ്ടാവില്ല. ഒരു തൊഴിലെന്ന് വെച്ചാൽ അതൊരു മുതലാണ്. വല്ലപ്പോഴുമെങ്കിലും ഒക്കെ മറന്നു പോകാതിരിക്കാനെങ്കിലും അതൊന്ന് ചെയ്യുന്നത് കൊള്ളാം. തീരെ അതങ്ങ് ഉപേക്ഷിച്ച് കളയരുത്. ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സ് തോന്നുന്നില്ല മാസ്റ്റർ. പക്ഷേ അതിനുള്ള സൗകര്യം വേണ്ടേ? അങ്ങനെ പറയരുത്. വേണമെന്ന് വെച്ചാൽ എപ്പോഴും സൗകര്യം ഉണ്ടാവും. ഇവിടത്തെ പോലെ സൗകര്യം മറ്റെവിടെയെങ്കിലും ഉണ്ട്? എന്തായി കേക്കണേ? ഇവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല. ഇറങ്ങിക്കോളൂ രണ്ടും. ഇപ്പൊ ഇറങ്ങണ ഇവിടുന്ന്. നീ വന്ന് കയറിയപ്പോഴേക്കും തുടങ്ങിക്കഴിഞ്ഞോ? പരദേവതേ, എല്ലാം അശുദ്ധാക്കിയല്ലോ. മുത്തശ്ശി, ഞങ്ങൾ തൊഴിലിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതന്നെ ഞാനീ പറയണേ. നിങ്ങളുടെ ഈ തൊഴില് ഇവിടെ പറ്റില്ല. ഇറങ്ങിക്കോളൂ വേഗം. മുത്തശ്ശി, ആരാടി നിന്റെ മുത്തശ്ശി? ഞാൻ നിന്റെ മുത്തശ്ശിയാ. മുത്തശ്ശി വേണ്ടാത്തതൊന്നും പറയരുത്. വേണാച്ച നിന്റെ കാലങ്ങട് കഴിച്ചെന്നല്ലേ. എന്നാലും എന്നെ മുത്തശ്ശീന്ന് വിളിക്കണ്ട കേട്ടോ. മുത്തശ്ശി കാര്യം അറിയാതെ കോപിക്കുകയാണ്. ഞങ്ങൾ ഡാൻസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അവളോട് എന്താ സംസാരിക്ക? അവൾ ആരാന്നറിയോ? യക്ഷിയാ, യക്ഷി. ചോര കുടിച്ചുകളയും. പട്ടിപ്പാറു. അതൊന്നും എനിക്കറിയില്ല മുത്തശ്ശി. ആ, താൻ എങ്ങനെയാ അറിയാ? താനും അവളെ പോലല്ലേ? നോക്കൂ ഒരു കോലം. തന്റെ പേരെന്താ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി? പറഞ്ഞിരിക്കും. അതിപ്പോ എന്താ? തന്റെ പേരും ജപിച്ച് നടക്കില്ലേ എന്റെ ജോലി? താൻ ആരാ? എന്റെ കുട്ടികളെ തമ്പയോ? ഞാൻ തോറ്റു. എന്റെ പേര് പാർവതീദാസ് എന്നാണ്. ആരുടെ ദാസനെന്നാ പറഞ്ഞേ? ഒന്നുകൂടെ പറയൂ. പാർവതീദാസ്. തന്റെ ഭാര്യയുടെ പേര് പാർവതി എന്നാ? എന്റെ സ്വന്തം പേരാ മുത്തശ്ശി. അപ്പോ തനിക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നുവോ? അതെന്താ? തന്നെ പ്രസവിച്ചപ്പോ താൻ ആണായിരുന്നുവോ പെണ്ണായിരുന്നുവോ? ഇതെന്തൊരു ചോദ്യമാണ് മുത്തശ്ശി? നേര് പറയാലോ. തന്റെ പേരങ്ങോട്ട് കേട്ടപ്പോ മുതൽ എനിക്കൊരു സംശയ. അതുകൊണ്ടാ. ഏതായാലും മുത്തശ്ശി ഇവിടെ നിൽക്കല്ലേ, ഞാൻ ആ കുട്ടിയെ ഡാൻസ് പഠിപ്പിച്ചിട്ട് വരാം. താൻ എന്താ അവളെ പഠിപ്പിക്കുക? ഡാൻസ് മുത്തശ്ശി, ഡാൻസ്. ഡാൻസോ? എങ്ങനെയാ ഡാൻസ്? ഇങ്ങനെയാ ഡാൻസ്? പണ്ട് ഞങ്ങള് തറവാട്ട് മുറ്റത്ത് എന്താ കഥ. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നീ ഒന്നും പറഞ്ഞില്ല. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലായിരുന്നു? അത് ആലോചിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രശ്നമാണെന്ന് പോലും എനിക്ക് അഭിപ്രായമില്ല. പിന്നെ ഇവിടെ തന്നെ താമസിക്കാമെന്നോ? അല്ലാതെ എന്ത് ചെയ്യും സന്ധ്യ? രാജന്റെ വിവാഹം ചെയ്തു കഴിഞ്ഞ ഉടൻ നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് താമസം മാറിയാൽ അവൻ എന്താണ് തോന്നുക? എന്ത് തോന്നിയാൽ എന്താ? ഈ അപമാനം സഹിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല. അവൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് വെള്ളം കുടിക്കാൻ പോലും എനിക്ക് അറപ്പ് തോന്നുന്നു. ആളുകൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാമോ? അതിന് ഞാനെന്ത് വേണമെന്നാണ് നീ പറയുന്നത്? നമ്മൾ രണ്ടുപേരും കൂടി ഉടനെ വീട്ടിലേക്ക് ചെല്ലണമെന്നും പറഞ്ഞ് ജഡ്ജി അമ്മാവൻ ഇന്നും ഡ്രൈവറെ വിട്ടിരുന്നു. അതെന്തിന്? നമ്മൾ ഇനി അവിടെ തന്നെ താമസിച്ചാൽ മതിയെന്നാണ് അച്ഛനും അമ്മാവനും ഒക്കെ പറയുന്നത്. എന്തു പറയുന്നു? എന്താ ഒന്നും മിണ്ടാത്തത്? ശരി, എന്നാൽ നീ പോയിക്കൊള്ളൂ. നിങ്ങളോ? ഞാൻ ഇവിടെ തന്നെ താമസിക്കും. എന്റെ വീട് ഇതാണല്ലോ. നിങ്ങൾക്കും കൂടി എന്നോടൊന്നിച്ച് വന്നുകൂടെ? സാധ്യമല്ല. എന്താ കുറച്ചിലാണ്? അതെ. എന്റെ തറവാട്ടിൽ വക്കീലന്മാരും ജഡ്ജിമാരുമേ ഉള്ളൂ, വേശ്യകളാരുമില്ല. സന്ധ്യ, എങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറാം. ഓഹോ, അവിടം വരെ ചിന്തിച്ചു തുടങ്ങിയോ ചേട്ടത്തി? ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കണമെന്നാണല്ലോ രാജന്റെ ആഗ്രഹം. ഞങ്ങൾ പോയേക്കാം. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെങ്കിലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും ഞങ്ങളോട് കുറെ ദയവ് കാണിച്ചുകൂടെ? ദയവ് കാണിക്കേണ്ടത് രാജനാണ്. ഞങ്ങളോട് ലേശമെങ്കിലും ദയവ് ഉണ്ടായിരുന്നെങ്കിൽ രാജൻ സിന്ധുവിനെ പറഞ്ഞയക്കുമായിരുന്നു. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ ചേട്ടത്തി. കഴിഞ്ഞ കാലങ്ങളിൽ സിന്ധു തെറ്റുകൾ ചെയ്തിരിക്കും, സംഭവിച്ചു.
പക്ഷെ ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കാൻ അവൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ചുമതലയെങ്കിലും എനിക്കില്ലേ ചേട്ടത്തി? ആ ചുമതല മറ്റാരെങ്കിലും ഏറ്റെടുത്തുകൊള്ളു. എന്റെ അനിയനെ ഞാൻ അനുവദിക്കുകയില്ല. നമ്മൾ ആരെയും ഈ രാജൻ ആവശ്യമില്ല. പിന്നെ വെറുതെ എന്തിനു സംസാരിക്കുന്നു? അപ്പോൾ തെറ്റ് ചെയ്ത ഒരാളിന് പശ്ചാത്തപിക്കാനുള്ള സന്ദർഭം പോലും നിങ്ങൾ കൊടുക്കില്ലല്ലേ? ഇക്കാര്യത്തിൽ പശ്ചാത്തപിക്കാൻ സിന്ധുവിന് സാധിക്കുകയില്ല. നീയാ അത് ശരിയാണ്. ക്ഷമിച്ച് സഹകരിപ്പിച്ചാലല്ലേ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് പശ്ചാത്തപിക്കാനാവും. വെറുത്ത് പുറന്തള്ളിയാൽ വീണ്ടും പഴയ തെറ്റിൽ തന്നെ ചെന്ന് വീഴും. പശ്ചാത്തപിക്കാൻ എവിടെയാണ് സന്ദർഭം? അനിയ, മറ്റൊന്നുമില്ലെങ്കിലും നമ്മുടെ അമ്മയുടെ സ്ഥിതി നീ ഒന്നാലോചിച്ചു നോക്ക്. അതൊന്നും സാരമില്ല ചേട്ടാ. ചേട്ടൻ വിചാരിച്ചാൽ എല്ലാം ശരിയാകാവുന്നതേ ഉള്ളൂ. എന്നാലും നീ സിന്ധുവിനെ പറഞ്ഞു വിടുകയില്ല അല്ലേ? എന്റെ ചേട്ടന് എന്നെ പരിചയമുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പഠിക്കാൻ പോട്ടെ മമ്മി? എന്താ കുട്ടി പെട്ടിയിലെ? മുത്ത് ചീനുമ്പോ കണ്ടിട്ടില്ലേ പുസ്തകങ്ങൾ? വായ്പ നന്നായേ. പെട്ടിയിലാ പുസ്തകം? എവിടെ കാണട്ടെ? നോക്കണ്ട. ഒന്ന് കാണിക്കൂ കുട്ടി, കുട്ടിയുടെ മുത്തശ്ശിയല്ലേ. ഇപ്പൊ നോക്കണ്ടെന്ന്. നന്നാവില്ല. വരൂ അമ്മേ, വന്ന് കാപ്പ് കുടിക്കൂ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല. ഇന്നലെ അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ. ഇതാരെ തോൽപ്പിക്കാനാണ് ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്? എന്റെ വിശപ്പും ദാഹവും ഒക്കെ തീർന്നു മോളെ. എന്റെ മകനായിട്ടെല്ലാം തീർത്തു. രാജൻ എന്തെങ്കിലും ചെയ്തെന്ന് കരുതി അമ്മ ഇങ്ങനെ പട്ടിണി കിടക്കണം? വരൂ അമ്മേ, വന്ന് കാപ്പ് കുടിക്കൂ. അവക്ക് വിശപ്പില്ലാഞ്ഞിട്ടല്ലേ നീ പിന്നെ നിർബന്ധിക്കണേ? ഈ മുത്തശ്ശിക്കൊന്നും മിണ്ടാതിരുന്നൂടെ? വരൂ അമ്മേ. ഒരു കാപ്പിക്കാരി വന്നിരിക്കണു. അപ്പപ്പ സന്ധ്യേ, സന്ധ്യേ, എന്താണ് അമ്മേ? ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. ബാലേന്ദ്രൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. ചിലപ്പോ അവനിങ്ങോട്ട് വന്നേക്ക്. എങ്കിലും രാജൻ ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല സരസ്വതി അമ്മേ. അവള് വല്ല കൈവശമൊറ്റ കൊടുത്തിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. ഒന്ന് പ്രശ്നം വെപ്പിച്ച് നോക്കാമായിരുന്നില്ലേ? ശരിയാണ്, ഇത്തരക്കാരികൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. സൂക്ഷിക്കണേ. അവളെ ഇനിയും അവിടെ തന്നെ താമസിപ്പിക്കാൻ പോവാണോ? അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? മുറ്റമടിക്കുന്ന ചൂലില്ലേ, ചൂല്, അതെടുത്ത് അടിച്ചാണ്ട് ഇറക്കണം. ഞാനായിരിക്കേണ്ടിയിരുന്നു. ഏതായാലും അവൾ അവിടുന്ന് പോവാതെ ഇനി ഞങ്ങൾ ആരും മുറ്റത്ത് കയറില്ല കേട്ടോ. ഓഹോ, ഭരണം തുടങ്ങിക്കഴിഞ്ഞു. ആര് പറഞ്ഞു നിന്നോട് ഇതൊക്കെ ചെയ്യാൻ? സന്ധ്യ, എടി സന്ധ്യ, പെണ്ണെ, ആ ഒരപ്പരയിലെങ്ങാനും ചെന്നിരിക്കും. നിന്നെ പോലുള്ളവർക്ക് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ലിത്. എന്താണമ്മേ? ഈ കട്ടനൊക്കെ ഒന്ന് മാറ്റിയിടാൻ നിന്നെ കൊണ്ടാവില്ല അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ടെന്ന്? തറവാട് മുടിക്കാതെ നീ അടങ്ങില്ലെന്നല്ലേ പെണ്ണെ? ഏതായാലും ഉണ്ടായതെല്ലാം ഞങ്ങൾ സഹിക്കുന്നു. നീ എത്ര 1000 രൂപ ചോദിച്ചാലും ഞാൻ തരാം. എത്ര മുറി പുരേടം വേണമെങ്കിലും തരാം. എനിക്കെന്റെ മകനെ ഒന്ന് വിട്ടു തന്നാൽ മാത്രം മതി. നീ ഇവിടെ നിന്നൊന്ന് പോ, നിനക്ക് മോക്ഷം കിട്ടും. സിന്ധു ഒരു പെണ്ണല്ലേ, ഇനിയെങ്കിലും ഞങ്ങളെ നശിപ്പിക്കാതൊന്നു പോ. രാജന്റെ അനുവാദം ഒന്നും കാക്കണ്ട. അവൻ ചെറുപ്പമാണ്. ബുദ്ധിമോശം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുന്നു. ഞാനും എന്റെ മക്കളും സ്വൈരമായി ഇവിടെ ഒന്ന് കഴിഞ്ഞോട്ടെ. എന്താ ഇത്? ആരെങ്കിലും മരിച്ചോ? ഇവിടെ ഇവിടുന്ന് പോവുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും കൊടുത്തേക്കാമെന്ന് ഞാൻ പറയുകയായിരുന്നു. ആ, നീ എന്ത് വേണാച്ചാ കൊടുക്കുക? എന്ത് വേണമെങ്കിലും കൊടുക്കാം. അഭിമാനമല്ലേ അമ്മേ വലുത്. ആ, എങ്കിൽ നിന്റെ മൂത്ത മകനെ കൂടി അവൾക്ക് വേണ്ടിയിരിക്കണു. കൊടുക്കുക. അമ്മ ഇനി തുടങ്ങി. നീ എന്തറിഞ്ഞിട്ടായി പറയണേ? അവള് രണ്ടും കൽപ്പിച്ചിട്ടാ തിരുവനന്തപുരത്തുനിന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കണേ. അറിയോ? കുട്ടിയെ, നിനക്ക് നിന്റെ ഭർത്താവിനെ വേണമെന്നുണ്ടോ? എങ്കിൽ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കേ വേണ്ടൂ. അമ്മയ്ക്കൊന്നും മിണ്ടാതിരിക്കാമോ? ഞാൻ പറയണ ഒന്ന് കേക്കൂ സരസ്വതി.
ഒറ്റകളുടെ നോട്ടത്തിന് ഒരു ഭംഗിയാന്നറിയോ? കഥകളിക്ക് തിരശീല പിടിക്കണ മാതിരിയാ. അടയ്ക്ക തുറക്കുക, അടയ്ക്ക തുറക്ക. എന്തൊരു ഭംഗിയാ! അതങ്ങട് കാണുകയേ വേണ്ടൂ. ഈ വലിയ വലിയ കൊമ്പന്മാരെല്ലാം ഉണക്കമീൻ കൊണ്ട് അടിയേറ്റ നായപ്പോലെയാ. പിന്നിലൊന്നും മാറില്ല. എങ്കിൽ ഞങ്ങൾ അവരെയൊക്കെ അങ്ങ് തൊഴുതേക്കാം. തൊഴുതോളൂ തൊഴുതോളൂ, അതുകൊണ്ട് ദോഷം വരില്ല. അവരൊക്കെ ഭാഗ്യമുള്ളവരാന്ന് കൂട്ടിക്കോളൂ. എങ്കിൽ മുത്തശ്ശിയോട് അവരോടൊന്നിച്ച് ചെല്ല്. ഇനിയിപ്പൊ ഞാൻ പോയിട്ട് എന്താ പുണ്യം? നിനക്കല്ലേ അതിന്റെ സാമർഥ്യം. കേട്ടോ അമ്മേ ഈ മുത്തശ്ശി പറയുന്നത്? അമ്മ നാവനക്കിയാ നല്ലത് പറയില്ലല്ലേ? അതാ ഇപ്പൊ നന്നായേ. ഇവളുടെ അച്ഛനില്ലേ വലിയ വക്കീൽ സാറ്, അയാളുടെ വണ്ടിക്കാരൻ എന്തേ വണ്ടിപ്പരല് തൂങ്ങി നിന്നത്? തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതല്ലേ? അതൊക്കെ വെറുതെ പറയുന്നതല്ലേ അമ്മേ? വെറുപ്പിയേ. ആ വണ്ടിക്കാരനായിരുന്നില്ലേ ഇവളെ കോളേജിൽ കൊണ്ടുപോയിരുന്നത്? നീ ഇതൊക്കെ മറന്നോ സരസ്വതിയെ? അമ്മേ അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ അമ്മേ? അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? വല്ലവരും കേട്ടാ കുറച്ചില്ലല്ലേ? അമ്മയ്ക്കിപ്പോ എന്ത് പറയണമെന്നോ പറയരുതെന്നോ ഒരു പിടിയുമില്ല മോളെ. വയസ്സായില്ലേ, പറഞ്ഞോട്ടെ. അല്ല ഇതാരാ? ഞങ്ങളെയൊക്കെ അറിയുമോ? നീ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്നിട്ട് ഇതുവരെ ഇങ്ങോട്ടൊന്നും വരാൻ തോന്നിയില്ലല്ലോ. ആരാ കുട്ടിയത്? ഞാനാണ് മുത്തശ്ശി ബാലേന്ദ്രൻ. മുത്തശ്ശി അറിയില്ലേ? മൂവാറ്റുപുഴയിൽ അമ്മാവന്റെ മകൻ. ഓർമ്മയുണ്ട്. നീ എവിടായിരുന്നു കുട്ടിയെ? ഞാൻ പേർഷ്യയിലായിരുന്നു മുത്തശ്ശി. എപ്പോഴാ വന്നേ? ഒരാഴ്ചയായി. അവിടുന്ന് പെൺകുട്ടികളെ എണ്ണത്തിനെ കൊണ്ടുവന്നിരിക്കണു. ഈ അമ്മയ്ക്കൊന്നും ചുമ്മാ ഇരിക്കാമോ? എന്നാ നീ ചോദിച്ചോളൂ, ഞാൻ മാർത്തിരിക്കണു. ഇനി എന്നാ ബാലൻ പോകുന്നത്? അച്ഛൻ പോകണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഒന്നും തീർച്ചപ്പെടുത്തിയിട്ടില്ല. ബാലൻ ചേട്ടത്തി കണ്ടിട്ടില്ലല്ലോ? ഇല്ല, വിവാഹത്തിന്റെ കത്തേ കണ്ടിട്ടുള്ളൂ. ചേട്ടത്തിക്ക് ഇവനെ മനസ്സിലായോ? എന്റെ നേരെ മൂത്ത ചേട്ടന്റെ മകനാ. ഇവൻ ഇവിടുത്തെ എഞ്ചിനീയർ ആയിരുന്നു. ശമ്പള കൂടുതലിന് വേണ്ടി പെർഷ്യയിലേക്ക് പോയി. ദരിദ്രവാസി. പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ ബാല? വിശേഷിച്ചൊന്നുമില്ല. ചേട്ടൻ വല്ലതും പറഞ്ഞയച്ചോ? ഇല്ല. ഇവിടുത്തെ വിശേഷങ്ങളൊന്നും ചേട്ടൻ അറിഞ്ഞില്ലേ? ഏതായാലും എന്നോടൊന്നും പറഞ്ഞില്ല. അറിഞ്ഞു കാണില്ലമ്മേ. അറിഞ്ഞിരുന്നെങ്കിൽ ബാലിനെ ഇങ്ങോട്ട് അയക്കില്ലായിരുന്നു. ആ, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി കുട്ടിയെ. എന്താ മുത്തശ്ശി? നിന്റെ ഈ പേർഷ്യയിലും ഇല്ലേ തെരുവ് പെണ്ണുങ്ങൾ? ഇതൊരു ശല്യമായല്ലോ. എന്താ വേണ്ട, ഞാൻ പോയേക്കാം. തറവാട് മുടിക്കും അസത്തുക്കൾ. അമ്മയ്ക്ക് അറിയണ്ടാത്ത ഒന്നുമില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാ. മുത്തശ്ശിക്ക് എത്ര വയസ്സായി? 75 കഴിഞ്ഞു. പക്ഷേ കണ്ടാലത്ര മതിക്കില്ല. ഞങ്ങളുടെ പാടാണ് ഇവിടെ. അമ്മയെ കൊണ്ട് ഞങ്ങൾ തോറ്റു ബാല. ഓ സാരമില്ല, ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പൊ ബാലിന് കാപ്പി കുടിക്കണ്ടേ? ഇപ്പൊ വേണ്ടമ്മേ, ഞങ്ങൾ പുറത്തുനിന്ന് കാപ്പി കുടിച്ചത്. അവനൊന്ന് വിശ്രമിക്കട്ടെ. വരൂ ബാല. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ നിൽക്കാം. എന്ത് പറയാനാ? ഒന്നും പറയാനില്ല. എല്ലാ ദിവസവും പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞിട്ട് എന്തിനാ? നാണിക്കുട്ടി, ഇന്ന് ഞാൻ പറമ്പിൽ നിന്ന് ഒരു ചക്ക വെട്ടി വെച്ചിട്ടുണ്ട്. സന്ധ്യ ആകാൻ അത് പുറത്തു കൊണ്ടിരിക്കാനോ കൊത്തില്ല. അയ്യോ പാച്ചേട്ടാ, വല്ലവരും അറിഞ്ഞാലോ? ആരറിയാനാ? അങ്ങനെയാണെങ്കിൽ 2 ചേന പറിച്ചു വിറ്റിട്ട് ആരറിഞ്ഞു? ആ കാശ ഇന്നാള് ഞാൻ കൊണ്ട് തന്നത്. നാണിക്കുട്ടിയെ, ഇത് ഇത്തിരി മുഴുപ്പാണ്. ഏത് ചക്കേ? ചക്ക 2.5 രൂപയെങ്കിലും കിട്ടും. നാളെ കൊണ്ട് തരാൻ കേട്ടോ. അതൊക്കെ പാച്ചേട്ടന്റെ ഇഷ്ടം, അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ? എന്റെ ഇഷ്ടം അതാ. നാണിക്കുട്ടി, എനിക്ക് നാണിക്കുട്ടിയോട് വലിയ ഇഷ്ടം. അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഇല്ലല്ലോ. നാണിക്കുട്ടി പൂവില്ലാത്ത ചെടിയൊന്ന് പൂ പറിക്കുകയായിരുന്നു. ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാമോ? എന്താ ഏട്ടാ? നാണിക്കുട്ടിയോട് ഒരു രഹസ്യം പറയാനുണ്ടായിരുന്നു. എല്ലാം ചത്തുവോ ചവികള്? എവിടെ പോയിരുന്നു?
ഞാൻ വെള്ളം കോരാൻ പോയി. പച്ചക്കള്ളം പൂ മറിക്കാൻ പോയിരുന്നാന്ന് പറയൂ. പിന്നെ എനിക്ക് കാര്യം പറയാനുണ്ട്. ഞാൻ പോട്ടെ അമ്മാവ. എനിക്ക് ചിന്തിക്കണം. ഞാൻ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ഇനി അമ്മാവെന്ന് കയറി വിളിക്കാവൂ. എനിക്ക് പ്രായം വളരെ കുറവേ ഉള്ളൂ. എനിക്ക് കാര്യം പറയാനുണ്ട്. എന്താണെന്നറിയാമോ, അവിടെ ആ ഗോപിയും പാച്ചുള്ളിയും ശവങ്ങളെല്ലാം കാണും. ആ സത്തുക്കള് ഏട്ടകള് ഞാൻ പോട്ടെ. ഇങ്ങോട്ട് വാരും എന്നാണ് ഞാൻ പറയാം. എന്താണ് ആൺകുട്ടി ഒരു അനക്കം ഇവിടെ? അതുപോലെ പട്ടിയോ പെരുത്താരിയായിരിക്കും. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പിരിച്ചടിക്കേണ്ട കാര്യം. ഞാൻ ഇവിടെ ചെടി വെട്ടുകാരൻ ടയർ ഒന്ന് പോയോടെ ആ ടയർ പോയി പോയിരടാ. രണ്ട് പോയിരടാ. കുട്ടി ഇവരെന്തിനാ അവിടെ വിളിച്ചിരുന്നത്? ഷവികൾ നമ്മൾ സംസാരിക്കുന്ന രഹസ്യം കേൾക്കാനായിരിക്കും. പിന്നെ ആണക്കുട്ടി വെച്ചോളൂ കേട്ടോ. അമ്മാവ വടി. മറന്നുപോയി കണ്ടോ? ഇതാണ് നമ്മൾ തമ്മിലുള്ള സ്നേഹം. എല്ലാരും എതിരാണല്ലേ? അത് കൊള്ളാം. എന്തോ അത്യാഹിതം സംഭവിച്ച മട്ടല്ലേ? പോകാൻ പറയടാ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഉണ്ടാകും നിന്നോടൊന്നിച്ച്. നമ്മുടെ ബന്ധുക്കളിൽ നീ മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. വിവരമില്ലാത്തവർ എതിർത്തുന്നിരിക്കും. സാരമില്ലടാ, നീ ധൈര്യമായിരിക്കൂ. നാം എത്രയോ പൂക്കൾ ചവിട്ടി മെതിച്ചിരിക്കുന്നു. അതിൽ ഒരെണ്ണമെങ്കിലും എടുത്ത് ഇതൾ വിടർത്തി പൊടി തുടയ്ക്കേണ്ടത് ഒരു കടമ മാത്രമാണ്. പക്ഷേ നിന്നെപ്പോലെ ഞാനങ്ങനെ പൂക്കളൊന്നും ചവിട്ടി മെതിച്ചിട്ടില്ല. ഒന്ന് ചുമ്മാ ഇരിടാ പ്രൊഫസറെ. ഓ, ഒരു സന്മാർഗി വന്നിരിക്കുന്നു. ആ അതിരിക്കട്ടെ, നിന്റെ മിസ്സിസ് എങ്ങനെ? സിന്ധു വരട്ടെ വരട്ടെ, വിളിക്കാൻ വരട്ടെ. അല്ല, നിന്റെ പരിഭ്രമം തീരട്ടെ എന്ന് വെച്ചാണ്. ആളിനെ കാണുന്നതിന് മുമ്പ് ആ കഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. എങ്കിലേ കാഴ്ചയ്ക്കൊരു സുഖം. എനിക്ക് തിരുവനന്തപുരത്തുള്ള കോളേജിലാണ് ജോലി എന്ന് നിനക്കറിയാമല്ലോ. ജോലിയുടെ കൂട്ടത്തിൽ ഒരല്പം സാമൂഹ്യ സേവനം കൂടി ഉണ്ടായിരുന്നു. ആ, അത് പിന്നെ വലിയ ആളുകളുടെ ഒരു ഫാഷനാണല്ലോ. ആയിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലായിരുന്നു. അത് പോട്ടെ. അങ്ങനെ തിരുവനന്തപുരം റെസ്ക്യൂ ഷെൽട്ടറിന്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായി. ഭാഗ്യവാൻ. ഞാൻ പലപ്പോഴും അവിടെ പോകാറുണ്ട്. അന്നൊരു ദിവസം അവിടുത്തെ വാർഷിക ദിനമായി. അടുത്തതായി ഈ റെസ്ക്യൂ ഷെൽട്ടറിലെ ഒരു അംഗമായ സിന്ധു ഒരു പാട്ട് പാടുന്നതായിരിക്കും. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ മറക്കൂ ഞങ്ങളി ദേവദാസിയെ മറക്കൂ മറക്കൂ. ആയിരമായിരമന്തപുരങ്ങളിൽ ആരാധിച്ചവൾ ഞാൻ, നിങ്ങളെ ആരാധിച്ചവൾ ഞാൻ. നിങ്ങളൊരിക്കൽ ചൂടിയെറിഞ്ഞൊരു നിശാഗന്ധിയാണു ഞാൻ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ മറക്കൂ ഞങ്ങളി ദേവദാസിയെ മറക്കൂ മറക്കൂ.
മറക്കൂ. എന്റെ സാറ പെണ്ണി കറങ്ങിയെന്നാ തോന്നണേ. തീർച്ചയായും അവളുടെ പാട്ടും ഭാവമെല്ലാം ഇപ്പോഴും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും മായുന്നില്ല. സാറിന് അങ്ങനെ ഒരു ശിക്ഷ കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഫിലോസഫി അല്ലേ പഠിപ്പിക്കുന്നത്. അതല്ല സാറേ ഞാൻ ആലോചിക്കുന്നത്, ഇതുപോലെ എത്ര പെൺകുട്ടികളാണ് ആ മതിൽക്കോട്ടിൽ ശ്വാസം മുട്ടി കഴിയണേ. എന്ത് ചെയ്യാനാണ്? പരിസ്ഥിതിയുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട് ചിലപ്പോ ചില തെറ്റുകൾ ചെയ്തു എന്ന് വന്നേക്കാം. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും തിരുത്താനാവാത്ത വിധം അവർ നശിച്ചു പോകുമെന്ന് കരുതരുത്. സാറിന്റെ ഈ മനഃശാസ്ത്രമൊന്നും എനിക്ക് കേൾക്കണ്ട. അവരെ ഒന്നും ഒരിക്കലും തിരുത്താൻ സാധ്യമല്ല സാറേ. അങ്ങനെ പറയരുത് സാർ. കഴിഞ്ഞ കാലങ്ങൾ ഓർത്ത് അവരാരും പൊട്ടിച്ചിരിക്കാറില്ല. അതൊക്കെ ഇരിക്കട്ടെ, ആ പെണ്ണിന്റെ നാടെവിടെയാണ്? എന്താ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ? എനിക്ക് അവരുടെ നാടും വീടും ഒന്നും അറിഞ്ഞുകൂടെ സാർ. കൊള്ളാം, അവിടുത്തെ കമ്മിറ്റി മെമ്പറായിട്ട് ഇതൊന്നും അറിഞ്ഞുകൂടെ? ഞാൻ അവിടെ പോകുമെന്നല്ലാതെ ആ പെൺകുട്ടിയെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ല. ഏതായാലും ഇനി അവളെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ പോവുകയാണ്. വലച്ചു സാറേ, വല്ലതും ഭാവം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞേക്കണേ. ഈ ഫിലോസഫി പ്രസംഗിച്ചോളൂ, പക്ഷെ പ്രവൃത്തിയിൽ വേണ്ട കേട്ടോ. എവിടെയാണ് വീട്? ഇവിടെ തന്നെ. ഇവിടെയോ? ഇത് റെസ്ക്യൂ ഷെൽട്ടർ അല്ലേ? എനിക്ക് വേറെ വീടില്ല. നാടെവിടെയാണ്? നാടുമില്ല. ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? അമ്മയുണ്ട്. എവിടെയാണ്? ഇവിടെ തന്നെ. ഇതാണ് എന്റെ അമ്മ. ഇതോ? ഇതിവിടുത്തെ സൂപ്രണ്ട് അല്ലേ? ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണ് മോളെ. എനിക്ക് വേറെ അമ്മയില്ല. സാറിനോട് നിന്റെ വിവരങ്ങളെല്ലാം തുറന്നു പറയുന്നതിൽ പേടിക്കാനൊന്നുമില്ല മോളെ. എല്ലാം തുറന്നു പറഞ്ഞോളൂ. വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ദയവ് ചെയ്ത് ചോദിക്കരുത്. നിങ്ങൾ ഈ സംഗീതം ശാസ്ത്രീയമായി പഠിച്ചതാണ്. അതും പറയാൻ മടിയുണ്ട്. ശരി, വേണ്ട. എന്നാൽ പറയാം. സോറി. ഞാൻ പോയിക്കൊള്ളട്ടെ. എന്താ സാറേ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കണമെന്നുണ്ട്, പക്ഷെ പറയുന്നില്ലല്ലോ. വെറുതെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. ഏതായാലും ഇനിയും ഞാൻ വരും. സാറ് രാജ്യത്തിലേക്കായിരിക്കും? അല്ല, ഭാര്യ വീട്ടിലേക്ക്. അതിന് സാറിന് ഭാര്യ ഇല്ലല്ലോ? ഇല്ലായിരിക്കാം, പക്ഷെ ഉണ്ടാകാൻ പോകുന്നു. ഞാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. റെസ്ക്യൂ ഷെൽട്ടറിലേക്ക്. റെസ്ക്യൂ ഷെൽട്ടർ എന്ന് പറയുന്നത് വീടാണോ? അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ഏതായാലും സിന്ധുവിന് വേറെ വീടില്ലെന്ന് പറയുന്നു. അവിടുത്തെ സൂപ്രണ്ടമ്മ സിന്ധുവിൻ്റെ അമ്മയാണ് പോലും. ഞാൻ സിന്ധുവിന് വിവാഹം ചെയ്യുന്ന കാര്യം സൂപ്രണ്ടമ്മയോട് പറഞ്ഞു. അവരും അതിന് സമ്മതിച്ചിരിക്കുകയാണ്. എനിക്ക് അവസാനമായി പലതും ആലോചിക്കാം. സിന്ധുവിന് വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് നല്ല ഓർമ്മയോട് കൂടിയാണോ സംസാരിക്കുന്നത്? എന്റെ ബുദ്ധിക്ക് തകരാറൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ആരാണെന്ന് അറിയാമോ? അറിയാം. ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പറയാതെ തന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കും. അങ്ങ് എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ കഴിഞ്ഞ കാലങ്ങൾ കണ്ടിട്ടില്ല. സിന്ധുവിന് മാത്രമേ എനിക്ക് വേണ്ടൂ. കഴിഞ്ഞ കാലങ്ങൾ എനിക്ക് വേണ്ട. എന്നാലും അതെല്ലാം അങ്ങൊന്ന് അറിയണം. ഒന്നും എനിക്കറിയണ്ട. കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞാൻ മറക്കും. പക്ഷേ അതൊന്നും മറക്കാൻ എനിക്ക് സാധ്യമല്ല. അത് മറക്കാൻ ഞാൻ സിന്ധുവിനെ സഹായിക്കും. അതിനുവേണ്ടി അങ്ങയുടെ ഭാവി നഷ്ടപ്പെടുത്തുക ഞാൻ സമ്മതിക്കില്ല. എന്റെ ഭാവി എനിക്ക് വിട്ടുതരും. അങ്ങയെ ഞാൻ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഭാവിയിൽ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ സിന്ധു. എനിക്ക് നല്ലൊരു ഉദ്യോഗമുണ്ട്. അന്തസ്സായി ജീവിക്കുവാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. സർവോപരി എല്ലാം മറക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു ഹൃദയവുമുണ്ട്. ഞാൻ സിന്ധുവിന് ഒരു പുനർജന്മം തരും. സിന്ധു ധൈര്യമായി എന്നോടൊന്നിച്ചു വരും. ഇല്ല, ഈ മോക്ഷത്തിന് ഞാൻ അർഹയല്ല. അങ്ങയെ ഞാൻ നശിപ്പിക്കുകയില്ല.
ഒരു ഭാര്യയാകുവാൻ എനിക്ക് അവകാശമില്ല. എന്നെ ക്ഷമിക്കും, എന്നെ ക്ഷമിക്കും. സിന്ധു, ഇതെന്താണെന്നറിയാം? എന്റെ ട്രാൻസ്ഫർ ഓർഡറാണ്. എന്നെ എറണാകുളത്ത് ഈ സ്ഥലം മാറ്റിയിരിക്കും. ഈശ്വര, എന്റെ പ്രാർത്ഥന ഫലിച്ചു. എന്റെ പ്രാർത്ഥന ഫലിക്കുമോ എന്നറിയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇല്ല, അത് ഒരിക്കലും ഫലിക്കില്ല. എന്നാൽ എന്റെ പ്രാർത്ഥന ഞാൻ നിർത്തുകയുമില്ല. ഞാൻ അങ്ങയുടെ ശാപമാണ്. ദയവ് ചെയ്ത് എന്നിൽ നിന്ന് രക്ഷപ്പെടും. ആവുന്നത്ര വേഗം ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടും. സിന്ധുവിനോടൊന്നിച്ചല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോവുകയില്ല. സിന്ധു എന്നോടൊന്നിച്ച് വന്നില്ലെങ്കിൽ ഞാൻ ഉദ്യോഗം രാജിവെച്ചിട്ട് ഈ നാട്ടിൽ തന്നെ താമസിക്കും. സിന്ധുവിനെ കാണാൻ വേണ്ടി മാത്രം താമസിക്കും. അതിന് എനിക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല. ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കൂ. അങ്ങയുടെ ഭാര്യയാകുവാൻ എന്നെ പോലൊരുത്തിക്ക് ഒരിക്കലും അർഹതയില്ല. പാവങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങയുടെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ കഥകൾ ഒന്ന് കേൾക്കൂ. അതിന് കുറച്ച് സമയം എനിക്ക് തരൂ. മറ്റെന്തിനു വേണമെങ്കിലും എന്റെ സമയം വേണ്ടുവോളം കിടന്നെടുക്കാം സിന്ധു. പക്ഷേ കഴിഞ്ഞു പോയതിനു വേണ്ടി സമയം തരാൻ എന്റെ കയ്യിലില്ല. സിന്ധുവിന് തരാൻ എന്റെ കയ്യിൽ ഒരു പുതിയ ജീവിതം മാത്രമേ ഉള്ളൂ. അത് നിറഞ്ഞ മനസ്സോടെ ഞാൻ തരുന്നത്. തട്ടിക്കളയരുതെന്ന് എനിക്ക് അപേക്ഷയുണ്ട്. എന്റെ ദൈവമേ, എന്താ മോളെ കരയുന്നത്? അമ്മേ, ഇദ്ദേഹത്തെ രക്ഷിക്കൂ. എന്നിൽ നിന്നും ഇദ്ദേഹത്തെ രക്ഷിക്കൂ. ഓഹോ, എന്നെ രക്ഷിക്കാനാണോ തിടുക്കം? മോളെ, ഇദ്ദേഹം പറയുന്നത് നിനക്ക് അങ്ങോട്ട് അംഗീകരിച്ചാൽ എന്താ? അർഹതയില്ലാത്തത് ആഗ്രഹിച്ചൂടമ്മേ. അർഹതയുടെ കാര്യം ഞാനാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം വിവരമുള്ള ആളല്ലേ മോളെ? എല്ലാം ആലോചിച്ചുകൊണ്ടല്ലേ പറയുന്നത്. ഇതുപോലൊരു മഹാഭാഗ്യം മറ്റാർക്കെങ്കിലും കിട്ടുമോ? നീ അതങ്ങോട്ട് സമ്മതിക്കും. നിനക്കൊരു മോക്ഷം കിട്ടുന്നത് പോലാണ് മോളെ. സമ്മതിക്കും മോളെ. ഒരിക്കൽ ചെയ്ത ഒരു തെറ്റിന്റെ ശിക്ഷ മരിക്കുമ്പോഴോ അനുഭവിക്കണമെന്നുണ്ടോ മോളെ? അത് തിരുത്താനുള്ള സന്ദർഭം കിട്ടിയാൽ ഉടനെ തിരുത്തണ്ടേ? അതല്ലേ ബുദ്ധി. ഇതുപോലൊരു സന്ദർഭം നിനക്കിനി കിട്ടുമോ? എനിക്ക് പേടി തോന്നുന്നമ്മേ. ഇദ്ദേഹത്തോടൊന്നിച്ചുള്ള ജീവിതത്തിൽ ഒരിക്കലും നീ പേടിക്കേണ്ടി വരില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. ഇനി നിന്റെ അനുവാദം ഒന്നും ഞാൻ നോക്കുന്നില്ല. ഉടനെ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ പോവുകയാണ്. എന്തു പറയുന്നു മോളെ? എന്തു പറയുന്നു? എനിക്കൊന്നും പറയാനില്ലമ്മേ, ഒന്നും പറയാനില്ല. നീ ഭാഗ്യവതിയാണ് മോളെ. അന്ന് തന്നെ എന്റെ കാറിൽ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു. വിവരത്തിന് കമ്പിയും അടിച്ചു. പ്രിയമുള്ളവരെ, സ്വർഗരാജ്യം നിനക്ക്. ഇനി എതിർക്കുന്നവരെല്ലാം പോയി തൊലയട്ടടാ. ഇനി നിങ്ങൾ മാതൃകാപരമായ കുടുംബജീവിതം എന്തെന്നുകൂടി കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഈ എതിർക്കുന്നവരെല്ലാം നിങ്ങളുടെ പാദത്തിൽ കാണും.
ആ ബാല, സിന്ധു മനോഹരമായിട്ട് പാടും. നീ ഭാഗ്യവാൻ. ആ, അപ്പോൾ ഇനി കഥാനായിക ഒന്ന് അവതരിപ്പിക്കൂ, കാണട്ടെ. നീ റെഡിയാണോ? ഓ യെസ്, ഞാൻ റെഡി. സിന്ധു, സിന്ധു ഇങ്ങോട്ട് വന്നേ. എന്നെ ചിരിപ്പിക്കരുത് കേട്ടോ. സിന്ധു ഇങ്ങോട്ട് വരാനേ. ആ, ഇതാണ് എന്റെ ഭാര്യ. എടാ, ഇതെന്റെ ഭാര്യയാണ്. ഇങ്ങനെ നോക്കിയാലും നിനക്ക് എന്താ ഒരു വല്ലായിക? ഏയ് ഒന്നുമില്ല. സിന്ധു, ഇവൻ എന്റെ അമ്മാവന്റെ മകനാണ്. അതിൽ മുമ്പരി എന്റെ ഏറ്റവും വലിയ സ്നേഹിതൻ. ഇരിക്കൂ സിന്ധു. വേണ്ട, ഞാൻ നിന്നോളാം. ആ സിന്ധു, ഞാനൊരു കലാകാരി വിവാഹം ചെയ്തതിൽ ഇവൻ അസൂയവുണ്ട്. ഇവൻ ഇനിയും അസൂയപ്പെടണം. നീ മനോഹരമായ ഒരു പാട്ട് പാടും. അയ്യോ വേണ്ട. നീ പാട് സിന്ധു. ഇപ്പൊ പാടണ്ട രാജ. ചുമ്മാ ഇരിക്കും ബാല. സിന്ധു, ഇവന്റെ നാണം ഒന്ന് മാറട്ടെ. നീ പാടൂ. ആ, ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കണം. പാടൂ സിന്ധു. അഗ്നി നക്ഷത്രമേ പിന്നെയുമെന്തിനി ആശ്രമവാദിനിൽ വന്നു പോയ കാലത്തിൻ ഹോമകുണ്ടങ്ങളിൽ നീ എന്തിനെന്നെ എറിഞ്ഞു വീണ്ടും നീ എന്തിനെന്നെ എറിഞ്ഞു അഗ്നി നക്ഷത്രമേ പിന്നെയുമെന്തിനി ആശ്രമവാദിനിൽ വന്നു ശാപം കൊണ്ടൊരു ശിലയായി മാറിയ പ്രേമവിയോഗിനിയല്ലോ ഞാനൊരു പ്രേമവിയോഗിനിയല്ലോ
ബാലൻ ഇവിടെ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. എപ്പോ വന്നു? കുറച്ചു നേരമായി. ചേട്ടൻ ഹോസ്പിറ്റലിൽ പോയില്ലേ? അവധിയെടുത്തു. എന്തിന്? വേണമെന്ന് തോന്നി, അങ്ങനെ അങ്ങ് ചെയ്തു. ബാലൻ റൂമിലോട്ട് വരും. രാജനെ ഇങ്ങോട്ട് വിളിച്ചില്ല. എങ്കിലും ഞാൻ വന്നു. എനിക്ക് ബാലനെയാണ് കാണേണ്ടത്. ബാലൻ മുറിയിലുണ്ട്. എങ്കിൽ രാജൻ പോവാം. ചേട്ടൻ എന്നു മുതലാണ് ഇത് തുടങ്ങിയത്? ഏത്? ഈ മദ്യപാനം. അതേപ്പറ്റി ആരും അന്വേഷിക്കേണ്ടതില്ല. ചേട്ടൻ എന്തിനത് കുടിക്കുന്നു? ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ. മനസ്സിലായോ? അത്രയേറെ മനക്ഷോഭമോ എന്റെ ചേട്ടൻ? അനിയ, നിനക്കത് മനസ്സിലാവില്ല. സിന്ധുവിന്റെ കാര്യമൊഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളിലും എന്റെ ചേട്ടൻ അനുസരിക്കുകയും അനുകരിക്കുകയും ചെയ്തു പോന്നിട്ടുള്ളവനാണ് ഞാൻ. ഇക്കാര്യത്തിലും അതൊക്കെ വേണമല്ലോ. എനിക്കും ഒഴിച്ചു തരൂ ചേട്ടാ. യു കൻ ഗോ. ചേട്ടാ, ഐ ടെൽ യു ഗെറ്റ് ഔട്ട്. പ്ലീസ്. ബാലൻ, ഞാൻ ഒരു ഡോക്ടറാണ്. ഐ നോ. മറ്റാർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ഒരാളെ കൊല്ലാൻ എനിക്ക് കഴിയും. നോ ഡൗട്ട്. മനുഷ്യരെ ആവുന്നിടത്തോളം കാലം മരണത്തിൽ നിന്നും രോഗത്തിൽ നിന്നും രക്ഷിച്ചു നിർത്തണം. അതാണ് ഒരു ഡോക്ടറുടെ ചുമതല. സെറ്റിൽഡ്. അതുകൊണ്ട് മനസ്സറിഞ്ഞൊരാളെ കൊല്ലാൻ എനിക്ക് മടിയുണ്ട്. യു അണ്ടർസ്റ്റാൻഡ്? പക്ഷേ ഞാൻ എന്നെ നിർബന്ധിതനാകുന്നു പറയാൻ. കൂടാതെ കഴിക്കാൻ എന്നാലാവുന്ന വിധത്തിലെല്ലാം ഞാൻ ശ്രമിച്ചു നോക്കി. സാധിച്ചില്ല. ഞാൻ പരാജയപ്പെട്ടു പോകുന്നു. ഡു യു അണ്ടർസ്റ്റാൻഡ്? നോ. ഈ വീട്ടിൽ ഒരു മരണം ഒഴിവാക്കണമെന്നുണ്ട്. ഒരു കൊലയാളി ആകാതിരുന്നാൽ കൊള്ളാമെന്ന് ഞാൻ ആശിക്കുന്നു. നൗ ഡു യു അണ്ടർസ്റ്റാൻഡ്? എനിക്ക് മനസ്സിലാകുന്നില്ല ചേട്ടാ. ബാലൻ വിചാരിച്ചാൽ എന്നെ രക്ഷിക്കാൻ കഴിയും. ഈ ബാലന് മാത്രമേ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേട്ടൻ മറ്റാരോടെങ്കിലും ആണോ സംസാരിക്കുന്നത്? മറ്റാരും ഇവിടെയില്ല. എങ്കിൽ എന്റെ ഭാഷ സംസാരിക്കൂ. രാജോട് പറയൂ സിന്ധുവിനെ ഉപേക്ഷിക്കാൻ. തറവാട്ടിൽ നിന്നും ഞാൻ മാറിയത് കൊണ്ടോ രാജൻ മാറിയത് കൊണ്ടോ ഈ പ്രശ്നം തീരുകയില്ല. രാജൻ സിന്ധുവിനെ ഉപേക്ഷിച്ച് തന്നെ തീരും. മറ്റൊരു മാർഗവുമില്ല അല്ലേ ചേട്ടാ? ഉണ്ട്. സിന്ധുവിനെ കൊല്ലണം. കൊന്നാൽ ഈ തറവാടിന്റെ അന്തസ്സും മറ്റു പലതും രക്ഷപ്പെടും. നമ്മൾ രണ്ടുപേരും ഈ തറവാട്ടിൽ ജനിച്ചവരാണ്. ചേട്ടന് മാത്രമായിട്ടൊരു അന്തസ്സുണ്ട്. വാദിച്ച് ജയിച്ചിട്ട് കാര്യമില്ല. നീ നിന്റെ ചേട്ടന്റെ മുമ്പിൽ ഒന്ന് തോറ്റുതരം. ഒരിക്കൽ മാത്രം നീ ഒന്ന് തോറ്റുതരം. എന്റെ തോൽവി എന്റെ ചേട്ടന്റെയും തോൽവിയാണ്. ഞാൻ തോറ്റാൽ നമ്മൾ രണ്ടുപേരും തോൽക്കും. കൂടുതൽ സംസാരിക്കണമെന്നില്ല. ഇത് നമ്മളെ എങ്ങുമെങ്ങും എത്തിക്കാൻ പോകുന്നില്ല. അനിയ, ഞാൻ പറയുന്നത് നീ അനുസരിക്കും. അല്ലാതെ ചേട്ടൻ സമ്മതിക്കില്ല അല്ലേ? ശരി, ചേട്ടന്റെ നിർദ്ദേശം ഞാൻ അംഗീകരിക്കുന്നു. ചേട്ടൻ സിന്ധുവിനെ കൊന്നുകൊണ്ടു. ആരും അറിയാതെ എന്റെ ചേട്ടൻ ഞാൻ രക്ഷിച്ചുകൊണ്ടു. രാജൻ, ഞാൻ സിന്ധുവിനെ ഉപേക്ഷിച്ചാൽ അവൾ വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ പോകേണ്ടി വരും. അതിനേക്കാൾ ഭേദം അവൾ മരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു. ചേട്ടൻ സിന്ധുവിനെ കൊന്നുപോയി. ചേട്ടന് ഞാനും. നിന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഇല്ല, ചേട്ടൻ അവളെ കൊല്ലുന്നത് വരെ അവൾ എന്റെ ഭാര്യയായി. ചേട്ടൻ പറഞ്ഞത് നീ അനുസരിക്കും. ബാലൻ, നീ പറയുന്നതിന്റെ അർത്ഥമെന്തെന്ന് നീ അറിയുന്നില്ല. അറിയാം രാജ. ഇല്ല,
നിനക്കറിയാൻ പാടില്ല. അറിയാം. സിന്ധുവിനെ നീ ഉപേക്ഷിക്കണം. സിന്ധുവിനെ ഉപേക്ഷിക്കണം. അപ്പോ നീ തന്ന അഭിനന്ദനങ്ങൾ അതും ഉപേക്ഷിക്കും. ഈ തറവാട്ടിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. നിനക്കെന്ത് സംഭവിച്ചു ബാല? തറവാട്ടിന്റെ മാനം, തറവാട്ടിലെ അംഗങ്ങളുടെ മാനമല്ലേ ബാല തറവാട്ടിന്റെ മാനം? ഞാനും ഈ തറവാട്ടിലൊരു അംഗമാണ്. പാവപ്പെട്ട ഒരു പെണ്ണിനെ നാശത്തിൽ നിന്ന് രക്ഷിച്ച് ഞാൻ വിവാഹം ചെയ്യും. ആ ധീരതയുടെ പേരിൽ വിവരമുള്ളവരെല്ലാം എന്നെ അഭിനന്ദിക്കും. അതിനുശേഷം വീണ്ടും ഞാൻ അവളെ നാശത്തിലേക്ക് തന്നെ വലിച്ചെറിയുന്ന എന്റെ മാനത്തെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? ഇതിനൊന്നുമുള്ള മറുപടി എന്റെ അടുത്തില്ല. പക്ഷേ നിന്റെ ബുദ്ധിക്ക് എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു. ബുദ്ധിക്ക് മാത്രമല്ല, ജീവിതത്തിന് തന്നെ എന്തോ തകരാറ് സംഭവിക്കാൻ പോവുകയാണ്. എല്ലാം പറഞ്ഞു അദ്ദേഹത്തോട്. അതിനായിരിക്കുമല്ലോ വന്നത്. ഞാൻ രാജന്റെ ഭാര്യയെ കാണാനാണ് വന്നത്. സിന്ധുവിനെയാണ് രാജൻ വിവാഹം ചെയ്തതെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എന്റെ പേര് കേട്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇല്ല, എനിക്ക് പരിചയമുള്ളപ്പോൾ സിന്ധുവിന്റെ പേര് പുഷ്പ എന്നായിരുന്നു. നിങ്ങൾ പേരിശിലേക്ക് പോയതിനു ശേഷം ഞാനൊരു ജഡ്ജിന്റെ സംരക്ഷണയിലായിരുന്നു. നിങ്ങൾക്ക് ശമ്പള കൂടുതലും എനിക്ക് പ്രൊമോഷൻ. അന്ന് അദ്ദേഹം എനിക്കിട്ട് തന്ന പേരാണ് സിന്ധു. മരിച്ചുപോയ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് പോലും. നല്ല പേരാണല്ലേ? എനിക്ക് അത്ഭുതം തോന്നി. പുഷ്പയ്ക്ക് എങ്ങനെ ഒരു ഭാര്യയാകാൻ സാധിച്ചു? ഭാര്യ ആയില്ലല്ലോ, പിന്നെന്തിന് അത്ഭുതപ്പെടുന്നു? പുഷ്പ രാജന്റെ ഭാര്യയല്ലേ? ഞങ്ങൾ രണ്ടുപേരും ഒരു രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. അതുപോലെ ഭാര്യ എന്ന് പറയുന്നത് രജിസ്റ്റർ അല്ലല്ലോ. അപ്പോ ഭാര്യ ആയില്ല? ആവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ ജീവിതത്തിൽ എനിക്കതിന് അർഹതയില്ലെന്ന് അവസാനം മനസ്സിലായി. എങ്കിൽ സിന്ധുവിന് മടങ്ങിപ്പോയിക്കൂടെ? നിവർത്തിയില്ല ബാലൻ. ഞാൻ ഒഴിഞ്ഞതാണ്. ആവുന്ന വിധത്തിലെല്ലാം ഒഴിഞ്ഞു നോക്കി. അദ്ദേഹം വിട്ടില്ല. ഞാനും ഒരു പെണ്ണല്ലേ, ഒന്ന് ജീവിച്ചാൽ കൊള്ളാമെന്ന ആശയുടെ ഒരു തരി എന്റെ മനസ്സിനും മറഞ്ഞു കിടന്നിരുന്നു. അദ്ദേഹം അത് തെളിച്ചെടുത്തു. എന്റെ ഹൃദയം നിറയുമാറ് വളർത്തിയെടുത്തു. അവസാനം എനിക്ക് വേണ്ടി നീട്ടിയ ആ കയ്യിൽ ഞാൻ കടന്നു പിടിച്ചു. അദ്ദേഹം എന്റെ ദൈവമാണ്. ദൈവത്തെ തോൽപ്പിക്കാൻ മനുഷ്യരെ കൊണ്ടാവില്ല. മനസ്സിലായി. ഞാൻ കാരണം എല്ലാവരും അദ്ദേഹത്തെ എതിർക്കുന്നു. എനിക്ക് വേണ്ടി മാത്രം അവരോടെല്ലാം അദ്ദേഹം മത്സരിക്കുകയും ചെയ്യുന്നു. തോൽക്കാൻ അദ്ദേഹം തയ്യാറല്ല. ഞാനായിട്ട് അദ്ദേഹത്തെ തോൽപ്പിച്ചാൽ അദ്ദേഹം ജീവിച്ചിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇങ്ങനെ എത്ര നാൾ കഴിയാമെന്നാണ് പുഷ്പ കരുതുന്നത്? അതും നിശ്ചയമില്ല. എന്നെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാൻ അദ്ദേഹം പറയും. അന്നിവിടെ നിന്ന് പറന്നു പോകാൻ എനിക്ക് ചിറകുകളുണ്ടാകും. വരൂ, ഇങ്ങോട്ട് വരൂന്ന്. ഇരിക്കോടെ ഇരിക്കൂന്ന്. ഇവിടത്തേക്ക് ഇരിക്കൂ. നാനൂട്ടേ വായ തുറക്കും. എന്തിനാ തിരുമേനി? തുറക്കൂ വായ. ഇനി കണ്ണ് ചെമിങ്ങി അടച്ചോളൂ. അടച്ചോളൂ. കണ്ണ് ചെമിങ്ങി അടച്ചോളൂ. മിണിങ്ങിക്കോ. മുത്തശ്ശി കാണണ്ട. മിണിങ്ങിക്കോ, മിണിങ്ങിക്കോ. നീ എന്താ വിഴുങ്ങണേ? തന്നെയാണോ വിഴുങ്ങണേ? ഇവിടെ എന്താ വിഴുങ്ങിയിരിക്കണേ? ഒരു മരുന്നാ മുത്തശ്ശി. അവൾക്ക് ഗുന്മനാണ്. ഗുന്മനോ? ആ, നിന്റെ ഗുന്മൻ ഞാൻ കണ്ടുപിടിച്ചിരിക്കണോ? നടക്കാൻ. എന്താ മുത്തശ്ശി? എന്തിനാണെന്നോ ഞാൻ കാണിച്ചു തരാം. നടക്കടി, നടക്ക.
ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂന്ന്. ആ ഇവിടെ നിൽക്കൂ. ആ അങ്ങനെ പാച്ചുള്ളേ, അപ്പുണ്ണി നേരെ എല്ലാം ചത്തോ? എടോ അപ്പുണ്ണി നേരെ, ഇങ്ങോട്ട് വന്നോളൂ. ഇത് കണ്ടോ? എന്താ എന്താ? ആ ഇവിടുന്ന് പലപ്പോഴായിട്ട് മോഷ്ടിച്ച രൂപയായത്. സത്യം പറഞ്ഞോളൂ. പണം മോഷ്ടിച്ചിട്ട് നമ്മുടെ നേരെ എന്തിനാ തുറച്ചു നോക്കുന്നത്? നോം ശുദ്ധ ബ്രാഹ്മണനാണ്, ശുദ്ധൻ. ഇങ്ങോട്ട് നോക്കണ്ടെന്ന് വെച്ചോളൂ. നോക്കണ്ട. എന്നെ എന്തിനാ നോക്കുന്നത്? മോഷണത്തിന് കൂട്ടുവയ്ക്കാൻ ഞാനില്ല. ഇനിയിപ്പോ എന്റെ നേരെ അയ്യോ നോട്ടം. എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല. മോഷണമാ, ജാമ്യവും കിട്ടില്ല. അസത്തെ മോഷ്ടിച്ചിട്ട് വന്ന് നിക്കണോ ചവി ഏട്ടാ. നീ എന്താ ഇവരുടെയൊക്കെ മുഖത്ത് നോക്കണേ? ഇവരാരെങ്കിലും നിനക്ക് പണം തന്നിരിക്കണോ? നോം ഇവർക്ക് രൂപ കൊടുത്തിട്ടില്ല. ഞാൻ അവളെ കാണാറേ ഇല്ല. ഞാൻ കാണാറുണ്ടെന്ന് വെച്ചോളൂ. രൂപ ഞാൻ പെട്ടിയിരുന്ന രൂപയുടെ കാര്യമാണോ ചോദിക്കുന്നത്? ആ അത് എനിക്ക് ശമ്പളം കിട്ടിയപ്പോ ഞാൻ കൊടുത്തതല്ലേ മുത്തശ്ശി? അബദ്ധം അബദ്ധം. കള്ളൻ നുണ പറയുന്നത് കേട്ടില്ലേ? നുണ പറയരുത് കേട്ടോ. നീ നാണുകുട്ടിക്ക് പണം കൊടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം. എങ്ങനെ അറിയാം? എനിക്ക് നല്ല നിശ്ചയം. എങ്ങനെ? നിന്റെ കയ്യിൽ പണം ഇല്ല, പിന്നെ എങ്ങനെയാ കൊടുക്കുക? ഇനി സത്യം അങ്ങോട്ട് പറയാമല്ലോ. ശമ്പളം കിട്ടിയപ്പോൾ നോം കൊടുത്ത രൂപയാണ് 47 രൂപ. വെറുതെ ഉണ്ടാകുകയല്ലോ. തിരുമേനി, പണത്തിന് ആശയമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പറയുന്നത്. രൂപ കൊടുത്തത് ഞാനാണ്. അല്ലെങ്കിൽ നാലുകുട്ടിയോട് ചോദിച്ചു നോക്ക്. എന്തിനാ അവളുടെ അടുത്ത് കയറക്കണേ? സത്യം ഞാൻ പറയാം. ഞാൻ കുറേശ്ശെ രൂപ നാണിക്കുട്ടിയുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തതാ. ഇതെതുവരെ പോകുന്ന അറിയാൻ വേണ്ടി തന്നെയാണ് വടി വിഴിഞ്ഞ പോലെ ഞാൻ ഇവിടെ ഇങ്ങനെ തോക്ക് പോലെ നിന്നെ. പരദേവതേ, എന്റെ അടുക്കളയിൽ ഇത് നടക്കണുണ്ടായിരുന്നോ? നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഈ തറവാടിനെ അങ്ങോട്ട് തീ കൊടുത്തായിരുന്നില്ലേ? മൂദേവി. പാർവതിയോ? ഇങ്ങോട്ട് വരൂ പാർവതി. ഒരു അത്യാവശ്യ കാര്യമുണ്ടോ? ഞാൻ പോയിട്ട് ഇങ്ങോട്ട് വരാം. അത് പറ്റില്ല. കുട്ടി സ്കൂളിൽ ഒന്ന് കാത്തിരിക്കേ. അവളെ പഠിപ്പിച്ചിട്ട് പോയാ മതി. ബിന്ദു എന്നല്ല മുത്തശ്ശി. പിന്നെന്താ പാർവതിന്നോ? ഒന്ന് പോണുണ്ടോ? നീ താനായിനെ ഭാഷ പഠിപ്പിക്കുക. ഞാൻ പോയിട്ട് വരാം. പാർവതി ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് വരൂന്നേ. ഇങ്ങ അടുത്ത് വരൂഹേ. ഞാൻ തന്നെ കൊല്ലാനും പറ്റും പോണില്ല. നീ അടുത്ത് നിൽക്കൂ. ഇവിടെ കേട്ടോ പാർവതി? എങ്ങനെയാ ഞാനങ്ങോട്ട് പറയാ? എന്താ മുത്തശ്ശി? എനിക്കാന്ന് വെച്ചാ ഒരു വിക്രമ. എങ്ങനെയാ തോന്നിയെന്ന് എനിക്കറിയില്ല. എന്റെ ഒരാശയാണെന്ന് വെച്ചോളൂ. മുത്തശ്ശി എപ്പോഴും ഇത് പറയണമെന്ന് നിരൂപിക്കുക. പക്ഷേ പാർവതിയെ ഒറ്റയ്ക്ക് കിട്ടാണ്ടേ. അയ്യോ മുത്തശ്ശി, ചതിക്കരുതേ. ഇയാൾ എന്തിനാ പേടിക്കുക? ഭഗവാനേ, ശ്രീകൃഷ്ണ, ഗുരുവായൂരപ്പ, രക്ഷിക്കണേ. പാർവതി, ഭഗവാനേ, ശ്രീകൃഷ്ണ, എന്നെ ഒന്ന് ഗുരുവായൂരപ്പ, പഠിപ്പിക്കാവോ? എന്താ ഒക്കുവോന്ന്? ഒക്കുവോന്ന് പറഞ്ഞോളൂ. എനിക്ക് പ്രയാസമാണ് മുത്തശ്ശി. അതെന്താ? മുത്തശ്ശിയെ ഡാൻസ് പഠിപ്പിക്കാനുള്ള സാമർഥ്യമൊന്നും എനിക്കില്ല. അപ്പൊ അറിയാൻ തന്നെയാ ഞാൻ ചോദിച്ചത്. ഈ വെള്ളത്തിലൊന്നും എന്റെ അടുക്ക പറ്റില്ല. ഒരു വസ്തു അറിയില്ല. ആ വന്നു. അയാൾ ഇങ്ങോട്ട് വന്നില്ല. അപ്പോഴേക്ക് എത്തിയില്ലോ. കുട്ടിയെ കുത്തിപ്പിടിച്ചിട്ട് തന്നെ ഇവള് വിടില്ലാന്നാ തോന്നണേ. അല്ല, മുത്തശ്ശി അപ്പുറത്തോട്ട് പോകുന്നില്ലേ? എന്താ തൊഴിൽ തുടങ്ങാൻ തിടുക്കായോ? ആ ഇനി താൻ എന്നെ നോക്കില്ല, അവളെ നോക്കുള്ളൂ. അവളെ തൊഴിൽക്കാരല്ലേ? തോന്നിയിട്ടാ. നീ ആരാ ചോദിക്കാൻ? താൻ കേട്ടത് ഈ കുഞ്ഞിനോട് അങ്ങനെയൊന്നും പറയരുത് മുത്തശ്ശി. നിനക്കറിയില്ല. ഇവക്ക് തന്തേ ഇല്ല, തള്ളേ ഇല്ല. നിന്നെ പോലെ ആരോ പെഴത്തോള് വെച്ചിട്ടതാ. അവൾ അപ്പോഴേ ചത്തു. തള്ളയെ കൊല്ലിയ.
കുരുത്താൻ കെട്ടത് മുത്തശ്ശ കുരുത്താൻ കെട്ടു പോണുണ്ടോ ഇവിടുന്ന് നാവങ്ങടെ അരിഞ്ഞുകളയും ആസക്ത് താനെന്താ ചത്തോ അനക്ക ഇല്ലല്ലോ തുടങ്ങിക്കൂടോ തൊഴില് ഞാൻ നോക്കാൻ വരണില്ല വരും മാസ്റ്റർ നമുക്ക് അപ്പുറത്ത് പോവാന്ന് എന്തെങ്കിലും ഒന്ന് പാടിക്കൊടുക്കണം കുഞ്ഞിന്റെ ഇഷ്ടമല്ലേ പാവം കുഞ്ഞ് അച്ഛനും അമ്മയില്ലാത്ത കുട്ടിയല്ലേ എനിക്ക് അച്ഛനുമില്ല അമ്മയുമില്ല എന്നോട് ആർക്കും ഇഷ്ടമില്ല ഇല്ല മോളെ മോൾക്ക് അമ്മയുണ്ട് ഇല്ല ചിറ്റയുണ്ട് ചിറ്റയ്ക്ക് മോളോട് ഇഷ്ടമാണ് ചിറ്റ പാടാൻ മോളെ ആകാശത്തിലെ നന്ദിനി പശുവിന് അകിട് നിറയെ പാല് അകിട് നിറയെ പാല് കറന്നാലും തീരൂല കുടിച്ചാലും തീരൂല കന്നിന്നില പാല് കന്നിന്നില പാല് ആകാശത്തിലെ നന്ദിനി പശുവിന് അകിട് നിറയെ പാല് അകിട് നിറയെ പാല് പച്ചക്കൽമല പവിഴക്കൽമല പിച്ചിപ്പൂ മലയോരത്ത് പച്ചക്കൽമല പവിഴക്കൽമല പിച്ചിപ്പൂ മലയോരത്ത് പാൽക്കുടവും കൊണ്ടോടി നടക്കും പൂത്തിരുവാതിര പെണ്ണ് ഒരു പൂത്തിരുവാതിര പെണ്ണ് ആകാശത്തിലെ നന്ദിനി പശുവിന് അകിട് നിറയെ പാല് അകിട് നിറയെ പാല് പാവക്കുഞ്ഞിനു കൊടുക്കാൻ നീത്തിരി പാൽ തരുമോ പെണ്ണ് പാൽ തരുമോ പാവക്കുഞ്ഞിനു കൊടുക്കാൻ നീത്തിരി പാൽ തരുമോ പെണ്ണ് പാൽ തരുമോ പാവക്കുഞ്ഞിന് ചൂടാനൊരു പിടി പൂ തരുമോ പെണ്ണ് പൂ തരുമോ പാവക്കുഞ്ഞിന് ചൂടാനൊരു പിടി പൂ തരുമോ പെണ്ണ് പൂ തരുമോ ആകാശത്തിലെ നന്ദിനി പശുവിന് അകിട് നിറയെ പാല് അകിട് നിറയെ പാല് കറന്നാലും തീരൂല കുടിച്ചാലും തീരൂല കന്നിന്നില പാല് കന്നിന്നില പാല് ആകാശത്തിലെ നന്ദിനി പശുവിന് അകിട് നിറയെ പാല് അകിട് നിറയെ പാല് ഏതായാലും ഇനി ഇത് സമ്മതിച്ചുകൂടാ ഇല്ലാത്ത ആപത്തുകളൊക്കെ അവള് വലിച്ചു വെക്കും ആ ഇപ്പൊ തന്നെ ഞാൻ എന്താ കണ്ടെന്നറിയോ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ അവൻ കിടന്നുറങ്ങണു ഇവളടുത്തുനിന്ന് പാടിക്കൊടുക്കണു രാജൻ എങ്ങാനും അപ്പോഴതൊന്ന് കണ്ടിരുന്നെങ്കിൽ ഇന്നിവിടെ കൊലപാതകം നടക്കില്ലായിരുന്നു അമ്മേ രാജനെ അറിയിക്കുന്നത് അപകടമാണ് അവളോട് പറഞ്ഞാൽ അവളോട്ട് പോവുകയുമില്ല ഇനിയിപ്പോ എന്താ സന്ധ്യ നമ്മൾ ചെയ്യുക എന്താണ് അമ്മ ഇവിടെ എന്താ ചേട്ടത്തി എന്താ മുത്തശ്ശി ഒന്നും പറയില്ലേ നീ അവളെ കുത്തി കൊല്ലുകയും പറ്റും വേണ്ട കേട്ടോ തറവാട്ടി ചോര വീഴും ആരെ കൊല്ലുന്ന കാര്യമാണ് മുത്തശ്ശി മോനെ ഈ വർഗത്തിന്റെ സ്വഭാവമേ ഇങ്ങനെ നീ അവളോട് വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ എന്താണമ്മേ കാര്യം പറയൂ എന്റെ മോനെ എനിക്ക് പേടി തോന്നുന്നു നീ കുഴപ്പമൊന്നും ഉണ്ടാക്കരുതേ
അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേച്ചാ മതി. ആരെ? സിന്ധുവിനെ. ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴേക്ക് എന്താ അവള് പാടണു. അവൾ കണ്ണു മടച്ചുറങ്ങുന്നു. മടിയിൽ തല വെച്ചൊന്നുമല്ല കേട്ടോ. അവൾ ഇത്രക്കാരിയായിരുന്നു. എവിടെ അവൾ? ഇപ്പൊ എല്ലാം തീർത്തേക്കാം. മോനെ, എന്റെ പൊന്നുമോനെ, നീ ബുദ്ധിമോശം ഒന്നും കാണിക്കരുത്. ഇവിടെ ആരും ഒന്ന് ശബ്ദിച്ചു പോകരുത്. എവിടെ അവൾ? എടി സിന്ധു, ഏ മാസ്റ്റർ. ആപത്തായല്ലോ ദൈവമേ. കുട്ടിയെ, ഞാൻ ദാ ഇവിടെ ഇരുന്നോളാം. എന്താണോ അത് ചെയ്തോളൂ. അവൾ അപ്പുറത്തില്ലേ അവനെ? അവൾ എവിടെ പോയി? സിന്ധു, സിന്ധു, ഇങ്ങോട്ട് മാറി നിൽക്കാൻ. അവളെ അങ്ങനെ പറഞ്ഞയച്ചാ മതി മോനെ. അവളെ ഒന്നും ചെയ്യണ്ട. നീ ഇറങ്ങി പോയിക്കോ. അവനെ ഞാൻ കോളേജിൽ പോയാൽ തിരിച്ചു വരികില്ലെന്ന് വിചാരിച്ചു അല്ലേ? ഇവിടെ എന്താ ജോലി? ചോദിച്ച കേട്ടില്ലേ? ഇവിടെ എന്താ ജോലിയെന്ന്? ഡാൻസ് പഠിപ്പിക്കൽ. ആരെ? കുട്ടിയെ. എന്നിട്ട് പഠിപ്പിച്ചോ? ഇല്ല. പിന്നെ എന്തിന് ഇവിടെ വന്ന് നിൽക്കുന്നു? വിളിച്ചെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഓണമേ, പോയി കുട്ടിയെ പഠിപ്പിക്കണം. മാസം തോറും ശമ്പളം വാങ്ങിക്കുന്നല്ലേ ഓണം. അല്ല, സിന്ധു ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. എത്ര നേരമായി ഞാൻ കളയിൽ നിന്നും വന്നിട്ട്. ഒരു കപ്പ് കാപ്പിയെങ്കിലും കൊടുത്താണ് മനസ്സ് സിന്ധുവിനില്ലാതെ പോയല്ലോ. ഇങ്ങനത്തെ പെങ്കോന്തന്മാരാണെങ്കിൽ എന്താ ചെയ്യുക? വെറുതെ എന്നെ ഇരുത്തി ശ്വാസം മുട്ടിച്ചില്ലേ? ആഹാ, അപ്പൊ നീ ഞങ്ങളെ കളിപ്പിക്കുകയായിരുന്നല്ലേ? ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നമ്മേ? നീ പോടി അവിടെ. അതിന് എന്നെ നേരെ കോപിക്കുന്ന എന്തിനാ? എന്നെന്താ വഴക്ക് പറയാതിരുന്നത്? എനിക്ക് ഭ്രാന്തില്ലാതിരുന്നുകൊണ്ട്. ആ കുഞ്ഞ് ഡാൻസ് ചെയ്യുന്നത് കാണാൻ എനിക്ക് കൊതിയാണ്. അതിനെന്തൊക്കെയാണ് അവർ പറയുന്നതെന്ന് അറിയാമോ? അതെല്ലാം പോട്ടെ. സിന്ധുവിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വളരെയേറെ ഗൗരവമുള്ളൊരു കാര്യമാണ്. എന്താ? സിന്ധു ആ കുഞ്ഞിനോട് ഇത്രയേറെ അടുത്ത് പെരുമാറരുത്. അതെന്താ? പാവം കുഞ്ഞല്ലേ. പക്ഷെ സിന്ധുവിന്റെ സ്നേഹം ആ കുഞ്ഞിന് ആപത്താകരുതല്ലോ. എന്നോട് കാണിക്കുന്ന സ്നേഹം ആ കുഞ്ഞിനോടും കാണിച്ചാൽ മതി. സിന്ധു രോഗിയാണെന്നുള്ള കാര്യം മറക്കണ്ട. സിന്ധുവിനെ നിന്റെ ഭാര്യയായി കാണാൻ എന്തൊക്കെയായാലും എനിക്ക് സാധ്യമല്ല. എന്തുകൊണ്ട്? നിന്റെ ഭാര്യയെ എനിക്ക് ബഹുമാനിക്കാൻ കഴിയണം. സിന്ധുവിനെ നിനക്ക് ബഹുമാനിക്കാൻ കഴിയില്ല. ഇല്ല. നിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന യാതൊരു പരിശുദ്ധിയും സിന്ധുവിനെ. പരിശുദ്ധിയെ കുറിച്ച് പറയരുത്. റെസ്ക്യൂ ഷട്ടിൽ നിന്നാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചത്. അവിടെ നിന്ന് മറ്റാരെ വേണമെങ്കിലും നിനക്ക് വിവാഹം ചെയ്യാമായിരുന്നു. സിന്ധുവിനായിരുന്നു എനിക്ക് ആവശ്യം. രാജൻ, അവിടെയാണ് എനിക്കെതിരെ. ബാല, നീ തുറന്നു പറയൂ, ധൈര്യമായി പറയൂ. സിന്ധുവിനെ നിനക്ക് നേരത്തെ പരിചയമുണ്ടോ? എന്താ ബാല, നീ വല്ലാതെ വിഷമിക്കുന്നല്ലോ. സിന്ധുവുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു. ബാലൻ 2 വർഷം അവിടെ എന്നോടൊന്നിച്ചുണ്ടായിരുന്നു. ബാലൻ, വാസ്തവമാണ്. അത് ശരി. ബാലൻ പുതിയ അടവ് പ്രയോഗിക്കുകയാണ്. സിന്ധുവിനെ ഞാൻ ഉപേക്ഷിക്കുവാനുള്ള പുതിയ പ്രേരണ. ഇതിൽ ഒരടവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നീ മറ്റാരെ വിവാഹം ചെയ്താലും എനിക്ക് ഒരു പരാതിയുമില്ലായിരുന്നു. പക്ഷേ ഞാൻ ചവച്ചുതുപ്പിയ ഒരുത്തി എന്തൊക്കെയായാലും നിന്റെ ഭാര്യയായി കാണാൻ എനിക്ക് സാധ്യമല്ല. രാജൻ, നീ നേരാണോ ഈ പറയുന്നത്? സിന്ധുവിനോട് ചോദിക്കൂ. അത് വേണ്ട, നിന്നെ എനിക്ക് വിശ്വാസമുണ്ട്. രാജൻ, 4 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായി സിന്ധുവിനെ കണ്ടത്.
അന്ന് ഞാൻ കോട്ടയത്തെ എഞ്ചിനീയർ ആയിരുന്നു. പറയൂ ബാലൻ, എനിക്ക് കേൾക്കുവാനുള്ള ശക്തിയുണ്ട്. നീ പറയൂ. ഞാൻ താമസിച്ചിരുന്ന ടി വി ഒരു പാതിരാത്രിയിൽ ഒരു കോൺട്രാക്ടർ സിന്ധുവിനെ ആദ്യമായി കൊണ്ടുവന്നു. അയാൾക്കൊരു പാലം പണിയുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു. ഞാനത് ഒപ്പിട്ട് സിന്ധുവിന്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. 2 ദിവസം സിന്ധു എന്നോടൊന്നിച്ച് ടി വിയിലുണ്ടായിരുന്നു. അന്ന് ഞാൻ കണ്ടതിന് ശേഷം ഞാൻ പേർഷ്യയിൽ പോകുന്നതുവരെ സിന്ധുവുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു. സ്ഥലം മാറി പോകുന്നിടത്തെല്ലാം സിന്ധുവും വരുമായി. എന്നാലും ഞാനത് മറക്കുന്നു. സിന്ധുവിനെ ഒരു തറവാട്ടിൽ നിന്നല്ല ഞാൻ കൊണ്ടുവന്നത്. കഴിഞ്ഞ കാലത്ത് അവൾ പലരുമായി ബന്ധപ്പെട്ടിരിക്കും. അക്കൂട്ടത്തിൽ നീയും ഒരുത്ത്. ഞാനത് മറക്കുന്നു. പക്ഷേ എനിക്ക് സാധ്യമല്ല രാജൻ. ബാലൻ, ദയവ് ചെയ്ത് നീ അത് മറക്കൂ. കഴിഞ്ഞതെല്ലാം മറന്ന് നിന്റെ ഒരു സ്നേഹിതന്റെ ഭാര്യയെ പോലെ നീ അവളെ ബഹുമാനിക്കൂ. അവൾക്ക് ധീരത കൊടുക്കൂ ബാലൻ, ധീരത കൊടുക്കൂ. സാധ്യമല്ല രാജൻ, ഈ ജീവിതത്തിൽ അത് സാധ്യമല്ല. ശരി, അത് നിന്റെ ഇഷ്ടം. പക്ഷേ ഒരു ഉപകാരം ചെയ്യാമായിരുന്നു. നീ സിന്ധുവിനെ ബഹുമാനിക്കണ്ട, എന്റെ ഭാര്യയായി അംഗീകരിക്കുകയും വേണ്ട. ഞങ്ങളോട് കുറച്ച് ദയവ് കാണിക്കാമായിരുന്നു. ബാല, എന്നോട് നീ ഇത് പറയാൻ പാടില്ലായിരുന്നു. ഞാനതിന് ശ്രമിക്കാത്തവനല്ല രാജൻ. പക്ഷേ എന്റെ മനസാക്ഷി അതിന് അനുവദിക്കുന്നില്ല. All right, all right. ഒരു ഉപകാരം. ഈ രഹസ്യം